നമസ്കാരം സുഹൃത്തുക്കളെ. ആശ്രമങ്ങളെക്കുറിച്ച്, അവിടെ നടക്കുന്ന ധ്യാനങ്ങളെക്കുറിച്ച് അറിയാനാണ് നിങ്ങൾ വന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശരിയായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. എനിക്ക് അറിയാവുന്ന കുറേ ആശ്രമങ്ങളുടെ പേരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ലിസ്റ്റ് ഒരിക്കലും പൂർണ്ണമല്ല. കാരണം ഇന്ത്യയിലെ ആശ്രമങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയോ കൂടുതൽ വരും. ഇത് വളരെ കുറവാണ്. എന്നാൽ തന്നെ അത്യാവശ്യം ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് ലഭിക്കുന്നതാണ്. 40 വർഷങ്ങളായിട്ട് ആധ്യാത്മിക മേഖലയിൽ വിഹരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപാട് ആശ്രമങ്ങൾ താമസിച്ചിട്ടുണ്ട്, ഒരുപാട് ധ്യാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വീഡിയോ നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കിട്ടുന്നതാണ്. ആശ്രമങ്ങളെപ്പറ്റി എൻ്റെ അഭിപ്രായം ഞാൻ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നതാണ്. ആശ്രമത്തിൽ താമസിച്ചിട്ടുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അതിനെപ്പറ്റി ഈ വീഡിയോയുടെ അവസാനത്തിൽ കൊടുക്കുന്നതാണ്. അതുകൂടാതെ ആശ്രമത്തിൽ പോയിട്ട് താമസിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കായിട്ടുള്ള നിർദ്ദേശവും ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നതാണ്. അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഇരുണ്ട മുഹൂർത്തം വരുന്നതാണ്. ആ സമയത്ത് അവർ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്നു, എങ്ങനെ ഈ ദുഃഖത്തിൽ നിന്ന് പുറത്തു വരാം എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. അപ്പോഴാണ് അവർക്ക് ആശ്രമത്തിൻ്റെ ആവശ്യം വരുന്നത്. ചിലർ ലഹരി മരുന്നുകൾ ഉപയോഗിച്ച് തങ്ങളുടെ സങ്കടത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ മറക്കാൻ ആഗ്രഹിക്കുന്നു. ചിലർ കൂടുതൽ ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിച്ച് ഈ ദുഃഖത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ചിലരാകട്ടെ നല്ല വഴിയിലൂടെ, ആധ്യാത്മിക പാതയിലൂടെ സഞ്ചരിച്ച് ആ ദുഃഖങ്ങളിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നു. അവർക്കാണ് ആശ്രമത്തിൻ്റെ ആവശ്യമുള്ളത്. നമ്മൾക്കൊട്ടും സമയം പാഴാക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ആദ്യമായിട്ട് എൻ്റെ സ്പിരിച്വൽ ജേണി തുടങ്ങിയത് ശ്രീരാമകൃഷ്ണ മിഷനിൽ നിന്നാണ്. ശ്രീരാമകൃഷ്ണ ദേവൻ്റെ ജീവചരിത്രം ഒരിക്കൽ വായിച്ചു. പിന്നെ വിവേകാനന്ദ സ്വാമികളുടെ കുറേ പുസ്തകങ്ങൾ വായിച്ചു. തപസ്യാനന്ദ സ്വാമികളുടെ ഹിമഗിരി വിഹാരം എന്ന് പറയുന്ന പുസ്തകം വായിച്ചു. അതേപോലെ തന്നെ ബ്രഹ്മാനന്ദ സ്വാമികളുടെയും പുസ്തകങ്ങൾ വായിച്ചു. അവിടെ നിന്നാണ് എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ തുടക്കം കുറിക്കപ്പെടുന്നത്. ശ്രീരാമകൃഷ്ണ മിഷനിൽ പല സമയത്തായിട്ട് അന്തർയോഗങ്ങളും അതേപോലെ തന്നെ ധർമ്മപ്രഭാഷണങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. അതെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അവിടെ നിന്ന് മന്ത്രദീക്ഷ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 6 വർഷക്കാലം ആ സാധന ഞാൻ ചെയ്തു. എന്നാൽ അതുമൂലം എനിക്ക് കൂടുതൽ സമയം ധ്യാനിക്കാനുള്ള കഴിവ് ഉണ്ടായില്ല. അതിനാൽ ആ വഴി ഉപേക്ഷിക്കേണ്ടി വന്നു. പഞ്ചാബിൽ ബിയാസ് എന്ന് പറയുന്ന സ്ഥലത്ത് രാധേസ്വാമി ആശ്രമം ഉണ്ട്. അത് വളരെ നല്ല സ്ഥലമാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. താമസിക്കാൻ അവിടെ ധാരാളം റൂമുകളുണ്ട്. നിങ്ങൾ ഏതു മാർഗത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് അവിടെ പോയിട്ട് താമസിക്കാവുന്നതാണ്. അവിടെ നല്ല ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രവുമുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നെയ്യാർ ഡാമിൽ ശിവാനന്ദ ആശ്രമം ഉണ്ട്. അവിടെ യോഗയുടെ കോഴ്സുണ്ട്. അതുമാത്രമല്ല മറ്റ് പലതരത്തിലുള്ള കോഴ്സുകളും അവിടെ സംഘടിപ്പിക്കാറുണ്ട്. യോഗയെപ്പറ്റിയും അതേപോലെ തന്നെ ആയുർവേദത്തെ പറ്റിയും നിങ്ങൾക്ക് അവിടെ നിന്ന് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അവിടെ ഭക്ഷണവും അതേപോലെ തന്നെ ഡോർമെറ്ററി ടൈപ്പ് അക്കോമഡേഷനും ലഭിക്കും. എല്ലാ കാര്യത്തിനും ഒരു ടൈം ടേബിൾ ഉണ്ട്, അടുക്കും ചിട്ടയുമുണ്ട്. കോഴ്സിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. ഇടയ്ക്ക് വിട്ടുപോവുകയാണെങ്കിൽ ഫീസ് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നതല്ല. ഋഷികേശിൽ മറ്റൊരു ശിവാനന്ദ ആശ്രമം ഉണ്ട്. അവിടെ 2 മാസത്തെ വേദാന്ത കോഴ്സ് അവർ സംഘടിപ്പിക്കുന്നുണ്ട്. അത് പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇംഗ്ലീഷ് അറിയണം, അതേപോലെ തന്നെ നിങ്ങൾ ഒരു ഗ്രാജുവേറ്റ് ആയിരിക്കണം. അതുകൂടാതെ അവർ യോഗയും അവിടെ വേദാന്ത കോഴ്സിനോടൊപ്പം പഠിപ്പിക്കുന്നുണ്ട്. അവസാനം നിങ്ങൾക്ക് ഡൊണേഷൻ കൊടുക്കാവുന്നതാണ്. ഇവിടുത്തെ 2 മാസത്തെ വേദാന്ത കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ഒരു സിസ്റ്റമാണ് അവരുടേത്. കേരളത്തിൽ കൊല്ലത്ത് മാതാ അമൃതാനന്ദമയിയുടെ ആശ്രമമുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ 3 ദിവസത്തെ താമസം ലഭിക്കുന്നതാണ്. പണ്ട് അവിടെ ഒരു ദിവസത്തെ താമസത്തിന് 50 രൂപയായിരുന്നു ഫീസ്. ഇപ്പോൾ കൂടിയിരിക്കും. ഞാൻ ഏകദേശം 15 വർഷങ്ങൾക്ക് മുൻപായിട്ടാണ് അവിടെ പോയിട്ടുള്ളത്. ഡൽഹിയിൽ വെച്ച് അമ്മയെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഇത്രയധികം ഊർജ്ജസ്വലയായിട്ടുള്ള ഒരു ഗുരുവിനെ ഞാൻ മറ്റൊരിടത്തും കണ്ടിട്ടില്ല. രാത്രി മുഴുവൻ ഉറക്കം ഒഴിച്ച് അവർ ഭജന പാടുന്നത് കാണുന്ന സമയത്ത് ആശ്ചര്യം തോന്നിയിട്ടുണ്ട്. അതുകൂടാതെ എത്ര അധികം ജനക്കൂട്ടമുണ്ടെങ്കിലും അതിൽ ഓരോരുത്തരെയും
കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്ന അമ്മയുടെ ആ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഹൃദയം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആശ്രമത്തിൽ ഒരുപാട് ഫോറിനേഴ്സ് താമസിക്കുന്നുണ്ട്. അവർ ഒരുപാട് സേവാപ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. നിങ്ങളും ദീർഘകാലത്ത് ആശ്രമത്തിൽ താമസിക്കുകയാണെങ്കിൽ സേവ ചെയ്യാനുള്ള അവസരം അവിടെ ലഭിക്കുന്നതാണ്. കേരളത്തിൽ കണ്ണൂരിൽ കാഞ്ഞങ്ങാട് ആനന്ദ ആശ്രമം ഉണ്ട്. അവിടെ നമ്മൾക്ക് 2 ദിവസം താമസിക്കാം. അവിടെയും ഡോർമിറ്ററി ടൈപ്പായിട്ടുള്ള അക്കോമഡേഷനാണ്. അവിടെ നിങ്ങൾക്ക് ഭജനകൾ പാടി സമയം കഴിക്കാം, അല്ലെങ്കിൽ ശാന്തമായിട്ട് ഒരു സ്ഥലത്തിരുന്ന് ധ്യാനിക്കാം. കൃത്യമായിട്ടുള്ള ഒരു നിയമാവലി അവിടെയില്ല. നിങ്ങൾ ചെയ്യുന്ന സാധന നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് മഠാധിപതിയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ 5 ദിവസം വരെ അവിടെ താമസിക്കാവുന്നതാണ്. അവിടെ എല്ലായ്പ്പോഴും കുറേ സന്യാസിമാർ ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ ഒരു സമയത്ത് ഹരിദ്വാർ, ഋഷികേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പോയിരുന്നു. പക്ഷേ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് നമ്മൾക്ക് താമസിക്കാനുള്ള സ്ഥലം ആരും തരില്ല. അതിനാൽ ഗംഗയുടെ തീരത്ത് രാത്രി കഴിച്ചു കൂട്ടേണ്ടി വന്നു. രാത്രി മുഴുവൻ കൊതുകടിയുടെ പൂരമായിരുന്നു. ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ അവിടെ നമ്മൾക്ക് റൂമുകൾ കിട്ടുകയുള്ളൂ. ഋഷികേശിലും പോയി, അവിടെയും അതുതന്നെയായിരുന്നു അവസ്ഥ. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ എങ്ങും റൂം കിട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥ. മൂകാംബികയിൽ ഇടയ്ക്ക് പോയിരുന്നു, അവിടെയും റൂം കിട്ടിയില്ല. പക്ഷേ ഋഷികേശിലും ഹരിദ്വാറിലും ഞാൻ പോയിരുന്ന സമയത്ത് അവിടെ ശാന്തമായിട്ട് ധ്യാനിക്കാൻ പറ്റിയ ഒരിടവും എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അവസാനം ഡെഹ്റാഡൂണിലുള്ള വിപശ്യന ധ്യാന കേന്ദ്രത്തിൽ പോയിട്ടാണ് എനിക്ക് 10 ദിവസം ശാന്തമായിട്ട് ധ്യാനിക്കാൻ പറ്റിയത്. ഇവയെല്ലാം ഇപ്പോൾ വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറിക്കഴിഞ്ഞതിനാൽ ഒരുപാട് ആൾക്കാരും ബഹളവുമാണ് എല്ലായിടത്തും കാണാൻ സാധിക്കുക. ഒഴിഞ്ഞു മാറി നമ്മൾക്ക് തപസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ വളരെ കുറവായിക്കൊണ്ടിരിക്കുകയാണ്. തപസ്യാനന്ദ സ്വാമിജിയുടെ ഹിമഗിരി വിഹാരം എന്ന പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ഹിമാലയത്തിനോട് ഒരു വല്ലാത്ത ആകർഷണം തോന്നിയിരുന്നു. വളരെ ശാന്തവും സുഖകരവുമായിട്ടുള്ള അനുഭവമായിരിക്കും അവിടെ ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. ഹിമാലയത്തിൻ്റെ മുകളിൽ താമസിക്കണം എന്നുള്ള ആഗ്രഹം വളരെ ശക്തമായിട്ട് എന്നിൽ ഉണ്ടായിരുന്നു. വളരെ വർഷങ്ങൾക്ക് ശേഷം അതിന് ഒരു അവസരം കിട്ടി. ഒരു ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് ഹിമാലയത്തിൻ്റെ മുകളിൽ 1 വർഷം താമസിക്കേണ്ടി വന്നു. ടെൻറ്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. എല്ലായിടത്തും ഐസായിരുന്നു. ഒരു കുപ്പി വെള്ളം ഉരുക്കുവാൻ വേണ്ടി 3 ബക്കറ്റ് ഐസ് ചൂടാക്കി കഴിഞ്ഞാൽ മാത്രമേ ഒരു കുപ്പി വെള്ളം കിട്ടുമായിരുന്നുള്ളൂ. അതുകൊണ്ട് വേണം നമ്മുടെ കാര്യങ്ങളെല്ലാം നിർവഹിക്കാൻ വേണ്ടിയിട്ട്. 45 ദിവസത്തിലേക്ക് കുളിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല. 6 കട്ടിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ടായിരുന്നു. സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലായിരുന്നു രാത്രി കിടത്തം. അതുകൂടാതെ 7-8 ബ്ലാങ്കറ്റും ഉണ്ടായിരുന്നു. എന്നിട്ടും തണുത്ത് വിറയ്ക്കുന്ന അവസ്ഥയാണ് അതിൻ്റെ മുകളിലുണ്ടായിരുന്നത്. എല്ലാവർക്കും വേണ്ടി അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നതുകൊണ്ട് ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏത് സമയത്താണ് അവിടെ മഞ്ഞിടിച്ചൽ ഉണ്ടാകുക എന്ന് പറയാൻ സാധിക്കില്ല. ഹിമപാതം ഉണ്ടാകുക എന്ന് പറയാൻ സാധിക്കില്ല. ഇടിമിന്നലിൻ്റെ ഒരു പ്രശ്നവും അവിടെ ഉണ്ടായിരുന്നു. അവിടെ 7-8 മിന്നൽ രക്ഷാകവചം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഉരുകി ഒലിച്ച അവസ്ഥയിലായിരുന്നു. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നില്ല. കാർഗിൽ യുദ്ധസമയമായിരുന്നു അത്. അവിടെ എല്ലായിടത്തും ഷെല്ലിങ്ങിൻ്റെ ശബ്ദമായിരുന്നു. ഒരു യുദ്ധഭൂമിയിൽ നിൽക്കുന്ന അനുഭവമാണ് ആ സമയത്ത് ഉണ്ടായത്. എങ്ങും അശാന്തമായിട്ടുള്ള അന്തരീക്ഷം, ഒട്ടും തന്നെ ശാന്തിയില്ലാത്ത അന്തരീക്ഷം. അതുകൂടാതെ കടുത്ത തണുപ്പ്. ഒറ്റയ്ക്ക് അവിടെ താമസിക്കുക എന്നുള്ളത് അസാധ്യമായിരുന്നു. അതുകൂടാതെ ഭീകരരുടെ പ്രശ്നവും ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അതാണ് പറയുന്നത്, ഒരിക്കലും നമ്മുടെ സ്വപ്നവും അനുഭവവും ഒരുമിച്ച് യോജിച്ചു പോവില്ല. പുസ്തകങ്ങൾ വായിച്ച് നമ്മൾ വിചാരിക്കുന്ന അനുഭവമായിരിക്കില്ല നമ്മൾക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. ഇടയ്ക്ക് മൂകാംബിക ക്ഷേത്രത്തിനടുത്ത് ധ്യാനിക്കാനുള്ള സ്ഥലം അന്വേഷിച്ച് പുറപ്പെട്ടിരുന്നു. അവിടെയും ഒറ്റയ്ക്ക് പോകുന്ന വ്യക്തിക്ക് റൂം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ തഥാതൻ്റെ ഒരു ആശ്രമമുണ്ട്. അവിടെ നമ്മൾക്ക് ധ്യാനിക്കാൻ പറ്റും. പക്ഷേ ഒറ്റയ്ക്ക് പോകുന്ന വ്യക്തിക്ക് എവിടെയും റൂം ലഭിക്കില്ല. മഹാരാഷ്ട്രയിൽ ഒരു ഷിർദി സായി ബാബ ടെമ്പിൾ ഉണ്ട്. അവിടെയും ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെയും റൂം ലഭിക്കില്ല. ട്രസ്റ്റിൻ്റേതായിട്ടുള്ള വലിയൊരു അക്കോമഡേഷൻ ഹാളുണ്ട്. അവിടെ നിറയെ റൂമുകളുണ്ട്. വളരെ ചുരുങ്ങിയ വിലയ്ക്കാണ് ആൾക്കാർ കൊടുക്കുന്നത്. പക്ഷേ കപ്പിൾസിന് മാത്രമേ അത് കൊടുക്കുകയുള്ളൂ. ഒറ്റയ്ക്ക് വരുന്ന വ്യക്തിക്ക് അത് ഒരിക്കലും കൊടുക്കില്ല. അവിടെ 3 നേരവും സൗജന്യമായിട്ട് നമ്മൾക്ക് ഭക്ഷണം ലഭിക്കും. ആന്ധ്രാപ്രദേശിൽ തിരുപ്പതിയും
വളരെ നല്ല ഒരു സ്ഥലമാണ്. അവിടെ നമ്മൾക്ക് 3 നേരവും ഭക്ഷണം ലഭിക്കുന്നതാണ്. തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടോ അല്ലെങ്കിൽ താഴെയോ നിങ്ങൾക്ക് താമസിക്കാവുന്നതാണ്. തിരുപ്പതി ട്രസ്റ്റ് ഏകദേശം 4 വലിയ അക്കോമഡേഷനുള്ള ഭവനങ്ങൾ അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ വിലയ്ക്ക് അവിടെ നമ്മൾക്ക് താമസിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ അവിടെയും നമ്മൾ സിംഗിളായിട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾക്ക് റൂം ലഭിക്കില്ല. ഗുജറാത്തിൽ ബാരൂച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് മൗന മന്ദിരം ഉണ്ട്. അവർ നമ്മൾക്ക് ഒരു സിംഗിൾ റൂം തരുന്നതാണ്. എന്നിട്ട് പുറത്തുനിന്ന് ആ റൂം പൂട്ടുന്നതാണ്. ആദ്യം നമ്മൾക്ക് അവിടെ 7 ദിവസം താമസിക്കാം. 3 നേരത്തേക്കുള്ള ഭക്ഷണം അവർ ജനൽ വഴി നമുക്ക് തരുന്നതാണ്. 15 വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസത്തെ വാടക എന്ന് പറയുന്നത് 50 രൂപ മാത്രമായിരുന്നു. അതായത് ഭക്ഷണത്തിനും താമസത്തിനും എല്ലാം കൂടി. നിങ്ങൾ ആ റൂമിൻ്റെ ഉള്ളിലിരുന്ന് ധ്യാനമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സാധനയും അതിൻ്റെ ഉള്ളിലിരുന്ന് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ 7 ദിവസവും നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കില്ല. 7 ദിവസം പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ദിവസങ്ങൾ വേണമെങ്കിൽ അവർ വീണ്ടും നിങ്ങളെ അവിടെ തുടരാൻ അനുവദിക്കുന്നതാണ്. ഇതേ സ്ഥലത്ത് 2 മൗന ആശ്രമം ഉണ്ട് എന്നാണ് ഞാൻ കേട്ടത് ബാരൂച്ചിൽ. അതേപോലെ തന്നെ ആസാറാം ബാപ്പുജി എന്ന് പറയുന്ന വ്യക്തിയും ധാരാളം മൗന മന്ദിരം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ താമസം ലഭ്യമാണോ എന്ന് അറിയില്ല. നിങ്ങൾ ബുദ്ധിസത്തിൽ ആകൃഷ്ടനാണ്, അതേപോലെ തന്നെ ബുദ്ധിസ്റ്റ് ധ്യാനങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ മഹാരാഷ്ട്രയിൽ ധാരാളം ബുദ്ധവിഹാരങ്ങളുണ്ട്. നിങ്ങൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിങ്ങൾക്ക് അവിടെ പോയിട്ട് കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കൂടുതൽ സമയത്തേക്ക് ഭിക്ഷുണി ആയി ജീവിക്കാവുന്നതാണ്. നിങ്ങൾക്ക് 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ അതേപോലുള്ള സമയത്തേക്കോ നിങ്ങൾക്ക് അവിടെ ഏതെങ്കിലും ബുദ്ധവിഹാരത്തിൽ ഭിക്ഷുവായിട്ട് ജീവിക്കാവുന്നതാണ്. കോയമ്പത്തൂരിൽ ഒരു പൂർണ്ണ വിദ്യ ഫൗണ്ടേഷനുണ്ട്. അവർ വേദാന്തത്തിൽ ഹ്രസ്വമായിട്ടുള്ളതും ദീർഘമായിട്ടുള്ളതുമായിട്ടുള്ള കോഴ്സുകൾ നടത്താറുണ്ട്. സ്വാമിനി പ്രേമാനന്ദയാണ് ഈ ഫൗണ്ടേഷൻ്റെ അധിപതി. പൂർണ്ണവിദ്യ ഫൗണ്ടേഷന് കോയമ്പത്തൂരും അതേപോലെ തന്നെ ഋഷികേശിലും അവർക്ക് ബ്രാഞ്ചസ് ഉണ്ട്. 1 ആഴ്ച മുതൽ വർഷങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന വേദാന്ത കോഴ്സുകൾ അവരുടെ ഫൗണ്ടേഷൻ നടത്താറുണ്ട്. പക്ഷേ എല്ലാത്തിനും നമ്മൾക്ക് ഫീസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇന്ത്യയിൽ ഒരേ ഒരു സെൻ മെഡിറ്റേഷൻ സെൻറ്റർ മാത്രമേ ഉള്ളൂ. അത് കൊടൈക്കനാലിൽ ഉള്ള ഒരു ബോധി സെൻറ്റോ എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ സെൻറ്റേഴ്സാണ്. അവർ 3 ദിവസത്തെ കോഴ്സാണ് നടത്താറുള്ളത്. 1 ദിവസത്തേക്ക് 600 രൂപ നമ്മൾക്ക് ചിലവാകുന്നതാണ്. കോയമ്പത്തൂരുള്ള ഈഷ ഫൗണ്ടേഷൻ അതിൻ്റെ സ്പിരിച്വൽ ഡയറക്ടർ ജഗ്ഗി വാസുദേവ്ജിയാണ്. അദ്ദേഹം ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന യോഗ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ മറ്റ് അനേകം ആരോഗ്യ സംബന്ധമായിട്ടുള്ള കോഴ്സുകളും നടത്തുന്നുണ്ട്. എല്ലാറ്റിനും ഫീസുണ്ട്. ജഗ്ഗി വാസുദേവ് ആന്ധ്രാപ്രദേശിലുള്ള ഒരുപാട് സ്കൂളുകളെ ദത്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ യോഗ പഠിക്കുന്നതിന് നിങ്ങൾ സ്വാമി രാംദേവിൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടാൽ മതി. അതുകൂടാതെ നമ്മുടെ രാജ്യത്ത് എല്ലാ ജില്ലകളിലും പതഞ്ജലി യോഗ സമിതികൾ ഉണ്ട്. അവരിൽ നിന്ന് നിങ്ങൾക്ക് 1 വർഷം വരെ നീണ്ടു നിൽക്കുന്ന യോഗ കോഴ്സുകൾ ഫ്രീ ആയിട്ട് പഠിക്കാനും അതേപോലെ തന്നെ യോഗ ടീച്ചർ ആകാനും നിങ്ങൾക്ക് സാധിക്കും. അദ്ദേഹത്തിൻ്റെ യോഗ വളരെ സിമ്പിളായിട്ടുള്ള യോഗയാണ്. അതുകൂടാതെ വളരെയധികം എഫക്റ്റീവാണ്. യാതൊരുവിധ അപകടവുമില്ലാത്ത യോഗയാണ്. നിങ്ങൾക്ക് യോഗ പഠിക്കാൻ മറ്റൊരു സ്ഥാപനമുണ്ട്. അതാണ് ആർട്ട് ഓഫ് ലിവിങ് ഫൗണ്ടേഷൻ. ശ്രീ രവിശങ്കറും അദ്ദേഹവും ഇതേപോലെ തന്നെ 1 ആഴ്ച നീണ്ടു നിൽക്കുന്ന യോഗ ക്ലാസ്സുകൾ എല്ലായിടത്തും സംഘടിപ്പിക്കുന്നുണ്ട്. ഇതും ഫീസുള്ളതാണ്. നിങ്ങൾ നടക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് ക്ഷേത്രങ്ങളിലേക്ക് ആൾക്കാർ പദയാത്ര പോകാറുണ്ട്. കേരളത്തിൽ ശബരിമല തന്നെയാണ് ഏറ്റവും നല്ല ഉദാഹരണം. അതുകൂടാതെ തമിഴ്നാട് പഴനിയിലേക്കും ആൾക്കാർ സമയാസമയങ്ങളിൽ പദയാത്ര പോകാറുണ്ട്. ഈ പദയാത്രയുടെ ഗുണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്യൂരിറ്റി ഉണ്ടാകും. അതുകൂടാതെ നിങ്ങൾക്ക് ഭക്ഷണം അതേപോലെ തന്നെ മെഡിക്കൽ സൗകര്യങ്ങൾ തുടങ്ങിയവ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിലേക്കും ആൾക്കാർ പദയാത്ര പോകാറുണ്ട്. ഷിർദി സായി ബാബ ടെമ്പിൾ മഹാരാഷ്ട്ര, അവിടേക്കും ആൾക്കാർ സമയാസമയങ്ങളിൽ പദയാത്ര പോകാറുണ്ട്. അതേപോലെ തന്നെ ജയ്പൂരിൽ നിന്ന് പോലും ആൾക്കാർ ജമ്മുവിലുള്ള വൈഷ്ണോദേവിയിലേക്ക് പദയാത്ര പോകാറുണ്ട്. മഹാരാഷ്ട്രയിലെ പണ്ഡാർപൂർ ടെമ്പിളിലേക്കും ആൾക്കാർ പദയാത്ര നടത്താറുണ്ട്.
ഞാനും ഒരു പദയാത്രയിൽ പങ്കെടുത്തിരുന്നു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നിന്നും ബോധഗയ വരെയുള്ള ഒരു പദയാത്ര 1200 കിലോമീറ്റർ ആയിരുന്നു. ദിവസവും 40-45 കിലോമീറ്റർ ഞങ്ങൾ നടക്കുമായിരുന്നു. അതുകൂടാതെ പദയാത്ര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ ഗുജറാത്തിൽ നർമ്മദാ നദിയുണ്ട്. അതിൽ എല്ലാ സമയത്തും നർമ്മദാ പരിക്രമണം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് നർമ്മദയുടെ ഒരു തീരത്തു നിന്നും നിങ്ങൾ യാത്ര ചെയ്ത് നർമ്മദ മുഴുവൻ ചുറ്റി അതേ സ്ഥലത്ത് നിങ്ങൾ എത്തിച്ചേരണം. അതിന് ചുരുങ്ങിയത് 6 മാസമെങ്കിലും പിടിക്കും. നിങ്ങളുടെ കയ്യിൽ പൈസ കരുതാൻ പാടില്ല. വെളുത്ത വസ്ത്രമായിരിക്കണം നിങ്ങൾ ധരിച്ചിരിക്കുന്നത്. നല്ല തണുപ്പ് സമയത്താണ് ഈ പദയാത്ര സാധാരണയായിട്ട് നടക്കാറുള്ളത്. എവിടെ നിന്നെങ്കിലും ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് കഴിച്ചിരിക്കണം. അതുകൂടാതെ ഏതെങ്കിലും ആശ്രമത്തിൽ വൈകിട്ട് കിടക്കാനുള്ള സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിടക്കാവുന്നതാണ്. വളരെയധികം പേർ ഈ നർമ്മദാ പരിക്രമണം നടത്താറുണ്ട്. ഞാൻ ഇതുവരെ നടത്തിയിട്ടില്ല. അതുകൂടാതെ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തും പലതരത്തിലുള്ള പദയാത്രകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേപോലുള്ളൊരു പദയാത്രയിൽ പങ്കെടുക്കാവുന്നതാണ്. ബ്രഹ്മകുമാരി ഈശ്വരീയ വിദ്യാലയം ഇവർ 7 ദിവസമുള്ള ഒരു സ്പിരിച്വൽ കോഴ്സ് സംഘടിപ്പിക്കാറുണ്ട്. ആർക്ക് വേണമെങ്കിലും അവരുടെ അടുത്ത് പോയി ധ്യാനം പഠിക്കാവുന്നതാണ്. 7 ദിവസത്തെ ധ്യാനമായിരിക്കും. ദിവസവും 1 മണിക്കൂർ മാത്രമാണ് അവർ പഠിപ്പിക്കുക. ഫീസ് ഒന്നും തന്നെ ഇല്ല. അവസാനം വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൊണേഷൻ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഇവരുടെ അടുത്ത് താമസിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കില്ല. എന്നാൽ ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള മൗണ്ട് ഒബിയിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ താമസിക്കാൻ നിങ്ങൾക്ക് സൗകര്യം ലഭിക്കുന്നതാണ്. മൗണ്ട് ഒബിയിൽ 3D ഹെൽത്ത് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമും ഉണ്ട്. അതായത് ഹൃദയത്തിലെ ബ്ലോക്ക്, അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടുള്ള ഡയബറ്റീസ്, BP തുടങ്ങിയവയ്ക്ക് മരുന്നില്ലാത്ത ചികിത്സ അവിടെ ലഭ്യമാണ്. സ്പിരിച്വൽ ഹീലിംഗ് ആയിരിക്കും അത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഒട്ടും തന്നെ ഓപ്പറേഷൻ തുടങ്ങിയവ കൂടാതെ നിങ്ങൾക്ക് സുഖം പ്രാപിക്കാൻ സാധിക്കും. മഹാരാഷ്ട്രയിൽ ഒരു ആശ്രമമുണ്ട്, സേവാഗ്രാം ആശ്രം. പണ്ട് അവിടെ ഒരു ഡോർമെറ്ററി ഹാളിൽ താമസിക്കുന്നതിന് 60 രൂപയായിരുന്നു ഫീസ്. ഭക്ഷണത്തിന് നമ്മൾ വേറെ പൈസ കൊടുക്കണം. പക്ഷേ ഇപ്പോൾ അത്തരം ഫെസിലിറ്റീസ് ഇല്ല. ഇപ്പോഴും അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, പക്ഷേ കുറച്ച് എക്സ്പെൻസീവാണ്. ഇവിടെ മഹാത്മാഗാന്ധി താമസിച്ചുകൊണ്ടിരുന്ന ആശ്രമമായിരുന്നു അത്. ഒരു സമയത്ത് മാക്സിമം 7 ദിവസം മാത്രമേ നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ സാധിക്കുകയുള്ളൂ. മാനേജ്മെൻറ്റിൻ്റെ സമ്മതത്തോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ താമസം നീട്ടാവുന്നതാണ്. ഇവിടെ നിങ്ങൾ സിംഗിൾ ആണെങ്കിലും ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ലഭിക്കുന്നതാണ്. സേവാഗ്രാമിന് 6 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ബ്രഹ്മവിദ്യാ മന്ദിർ ഉണ്ട്. പവനാർ എന്ന് പറയുന്ന സ്ഥലത്താണ് അത് ഉള്ളത്. അത് വിനോബ ഭാവെയുടെ ആശ്രമമാണ്. വിനോബ ഭാവെയുടെ സഹപ്രവർത്തകരായിരുന്ന ഏകദേശം 30 സ്ത്രീകൾ അവിടെ താമസിക്കുന്നുണ്ട്. എല്ലാവർക്കും 60 വയസ്സിന് മേലെയാണ് പ്രായം. നിങ്ങൾക്ക് ഈ ബ്രഹ്മവിദ്യാ മന്ദിറിൽ 15 ദിവസം വരെ താമസിക്കാൻ അനുവദിക്കുന്നതാണ്. പക്ഷേ അവിടെ അവരുടെ കൂടെ കൃഷിസ്ഥലത്ത് ജോലി ചെയ്യേണ്ടി വരുന്നതാണ്. എല്ലാവരും എന്തെങ്കിലും ജോലി അവിടെ ചെയ്യേണ്ടതുണ്ട്. അടുക്കളയിൽ ചിലപ്പോൾ നമ്മൾക്ക് ജോലി ചെയ്യേണ്ടി വന്നേക്കാം. ദിവസവും താമസത്തിന് 100 രൂപ മാത്രമാണ് അവിടെ ഈടാക്കിയിരുന്നത്, ഭക്ഷണത്തിനും താമസത്തിനും. പക്ഷേ നിങ്ങൾക്ക് കായികമായിട്ടുള്ള ജോലികൾ അവിടെ ചെയ്യേണ്ടി വരും. ആർക്കെങ്കിലും ആ രീതിയിൽ തടി കുറയ്ക്കാൻ ആഗ്രഹം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ആശ്രമത്തിൽ പോയി പ്രകൃതിയോട് ഒത്ത് അവരുടെ കൃഷിസ്ഥലത്തെല്ലാം ജോലി ചെയ്ത് കുറച്ച് ദിവസം നമ്മൾക്ക് കഴിയാവുന്നതാണ്. ഹരിദ്വാറിൽ ഗായത്രി പരിവാർ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അവിടെ നിങ്ങൾക്ക് കുറച്ച് ദിവസം ആധ്യാത്മികമായിട്ടുള്ള സാധനങ്ങൾ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ഡൊണേഷൻ കൊടുക്കാവുന്നതാണ്. ഇന്ത്യയിൽ പലയിടത്തായിട്ട് കബീർ ആശ്രമങ്ങൾ ഉണ്ട്. അവിടെ നമ്മൾക്ക് സൗജന്യമായിട്ട് താമസിക്കാൻ സാധിക്കുന്നതാണ്. അവരുടെ ചില സ്പിരിച്വൽ കോഴ്സസും ഉണ്ട്. അവസാനം നമ്മൾക്ക് ഡൊണേഷൻ കൊടുക്കാവുന്നതാണ്. പൂനെയിൽ ഒരു ആധ്യാത്മിക സംഘടനയുണ്ട്. അതിൻ്റെ പേര് തേജ് ഗ്യാൻ എന്നാണ്. അവരും പല സാധനാ ശിബിരങ്ങളും നടത്താറുണ്ട്. അതിന് പ്രത്യേക ഫീസും ഉണ്ട്. നിങ്ങൾക്ക് ഒരു യോഗാധ്യാപകൻ ആകണം എങ്കിൽ അതിന് ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ കേന്ദ്ര. അവർ 15 ദിവസത്തെ ഒരു യോഗ കോഴ്സ് നടത്താറുണ്ട്. അതുകൂടാതെ 15 ദിവസത്തെ ആധ്യാത്മിക ശിബിരവും അവർ നടത്താറുണ്ടായിരുന്നു. 1500 രൂപയായിരുന്നു അതിൻ്റെ ഫീസ്. അതുകൂടാതെ അവർ 6 മാസം നീണ്ടു നിൽക്കുന്ന ഒരു യോഗ ടീച്ചേഴ്സ് സർട്ടിഫിക്കറ്റ് കോഴ്സ് അതും നടത്താറുണ്ടായിരുന്നു. നേരത്തെ അതിൻ്റെ ഫീസ് 6500 രൂപയായിരുന്നു. ഇപ്പോൾ ഏകദേശം 10000 രൂപയാണ് ഫീസ്.
നിങ്ങൾ ഈ 6 മാസത്തെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. അതുകൂടാതെ പതഞ്ജലി യോഗ സമിതി, സ്വാമി രാംദേവിൻ്റെ, ഇവർ എല്ലാ ജില്ലകളിലുമുണ്ട്. അവർ സൗജന്യമായിട്ട് 1 വർഷത്തെ യോഗ കോഴ്സ് നടത്തുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾക്ക് ഒരു ടീച്ചറാവാവുന്നതാണ്. മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഓഷോ ആശ്രമം ഉണ്ട്. അത് വളരെ എക്സ്പെൻസീവാണ്. അവിടെയും ധാരാളം മെഡിറ്റേഷൻ പ്രോഗ്രാമുണ്ട്. കൂടുതലായിട്ടും ഫോറിനേഴ്സാണ് അവിടെ വരാറുള്ളത്. ബാംഗ്ലൂരിൽ പത്രേജിയുടെ ഒരു ധ്യാന കേന്ദ്രമുണ്ട്, പിരമിഡ് മെഡിറ്റേഷൻ സെൻറ്റർ. നിങ്ങൾക്ക് അവിടെ ഒരാഴ്ച വരെ നിൽക്കാവുന്നതാണ്. നിങ്ങൾ അവിടെ താമസിക്കാൻ പോവുകയാണെങ്കിൽ 500 രൂപയും, അല്ല നിങ്ങൾ ധ്യാനത്തിനാണ് പോകുന്നത് എങ്കിൽ 400 രൂപയും ദിവസം നിങ്ങൾക്ക് ചിലവാകുന്നതാണ്. ബ്രീത്തിങ് മെഡിറ്റേഷനാണ് അവിടെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ക്രിസ്ത്യൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിഭാഗത്തിലെ വ്യക്തി ആയിക്കോട്ടെ, തൃശ്ശൂരിൽ പോട്ടയിൽ ഒരു ഡിവൈൻ റിട്രീറ്റ് സെൻറ്റർ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് 5 ദിവസത്തെ ആത്മീയ സാധനയ്ക്ക് പോകാവുന്നതാണ്. 15 വർഷങ്ങൾക്ക് മുൻപ് ഒരാഴ്ചത്തെ കോഴ്സിന് 300 രൂപയായിരുന്നു ഫീസ്. ഭക്ഷണം വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ആയിരിക്കും. ദമ്പതികൾക്ക് താമസിക്കാനുള്ള മുറികൾ ഇവിടെയുണ്ട്. ദിവസവും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെയാണ് സാധന ശിബിരം നടക്കാറുള്ളത്. പല ഭാഷകളിൽ ഇവിടെ സ്പിരിച്വൽ റിട്രീറ്റ് നടക്കാറുണ്ട്. ഡോർമെട്രി അക്കോമഡേഷനാണ് സാധാരണക്കാർക്ക് ലഭിക്കുന്നത്. ഒരു കട്ടിലിന് മുകളിൽ മറ്റൊരു കട്ടിൽ എന്ന രീതിയിലായിരിക്കും. മൊബൈൽ ചാർജിങ്ങിനുള്ള ഒരു വ്യവസ്ഥയും ഇവിടെ ഉണ്ടാകുന്നതല്ല. അതുകൂടാതെ മൊബൈലിൻ്റെ ഉപയോഗവും ഇവിടെ അനുവദനീയമല്ല. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ആശ്രമം, കൂടുതൽ ദിവസത്തേക്ക് താമസിക്കാൻ പറ്റിയ ആശ്രമം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ പുട്ടപർത്തിയുള്ള സത്യസായി ബാബ ആശ്രമം ആണ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആശ്രമം ഇത് തന്നെയാണ്. അവിടുത്തെ ഏറ്റവും നല്ല ഗുണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീഡമാണ്. അതായത് ഏതൊരു മതവിഭാഗക്കാർക്കും ഇവിടെ വരാവുന്നതാണ്. അവരുടേതായിട്ടുള്ള ഏതൊരു സാധനയും അവർക്ക് ചെയ്യാവുന്നതാണ്. അവിടെ ഡോർമെട്രി സംവിധാനമുണ്ട്. അവിടെ നമ്മൾക്ക് താമസിക്കാവുന്നതാണ്. ദിവസം 20 രൂപയായിരുന്നു നേരത്തെ ചാർജ്. അതുകൂടാതെ 3 നേരം നമ്മൾക്ക് ഭക്ഷണം നമ്മൾക്ക് ലഭിക്കും. ലഞ്ചിനും ഡിന്നറിനും 10 രൂപയും, അതേപോലെ തന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് 6 രൂപയുമായിരുന്നു പണ്ടത്തെ ഫീസ്. ചായ, കാപ്പി, പാൽ തുടങ്ങിയവ വെറും 4 രൂപയ്ക്കായിരുന്നു പണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻ ക്യാൻറ്റീനിൽ പോകാം. അവിടെ ചപ്പാത്തിയും അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ഫുഡും അല്പം കൂടിയ വിലയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുറച്ചുകൂടി സ്റ്റാൻഡേർഡായിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ വെസ്റ്റേൺ ക്യാൻറ്റീനുണ്ട്. അവിടെ എല്ലാം വെസ്റ്റേൺ ആയിട്ടുള്ള ഫുഡായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അവിടെ ധാരാളം ഫോറിനേഴ്സിനെ നമുക്ക് കാണാവുന്നതാണ്. അതുകൂടാതെ രാവിലെ ഭജന നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ഫ്രീ ആയിട്ടുള്ള ലഞ്ചിനുള്ള ടോക്കൺ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇതിനൊന്നും നിങ്ങൾക്ക് താല്പര്യമില്ല, ഒറ്റയ്ക്ക് സൈലൻ്റായിട്ട് ധ്യാനിക്കണം എങ്കിൽ അവിടെ ഒരു അരയാൽ വൃക്ഷമുണ്ട്. അതിൻ്റെ ചുവട്ടിലിരുന്ന് നിങ്ങൾക്ക് ധ്യാനിക്കാവുന്നതാണ്. അവിടെ ഒരു പ്ലാനറ്റേറിയമുണ്ട്, ഇൻഡോർ സ്റ്റേഡിയമുണ്ട്, അതേപോലെ തന്നെ ധാരാളം സ്കൂളുകളും കോളേജുകളും അവിടെ ഉണ്ട്. നിങ്ങൾ കുടുംബത്തോടു കൂടി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ റൂം ലഭിക്കുന്നതാണ്. ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ ഡോർമെട്രി അക്കോമഡേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതുകൂടാതെ പുറത്ത് ധാരാളം ഫ്ലാറ്റുകളുണ്ട്. അത് വളരെ ചുരുങ്ങിയ ചെലവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 4000-5000 രൂപ മുതൽ നിങ്ങൾക്ക് ഫ്ലാറ്റുകൾ 1 മാസത്തേക്ക് ലഭിക്കുന്നതാണ്. വേനൽക്കാലത്ത് വെള്ളത്തിൻ്റെ കുറച്ച് കുറവ് അവിടെയുണ്ട്. ബാക്കിയുള്ള സമയത്ത് വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഈ ആശ്രമത്തിൻ്റെ ഉള്ളിൽ ഒരു നല്ലൊരു ബേക്കറി ഉണ്ട്. അവിടെ ബേക്കറി ഐറ്റം വളരെ കുറഞ്ഞ ചെലവിൽ ലഭിക്കും. അതുകൂടാതെ ഗ്രോസറി, വെജിറ്റബിൾ മാർക്കറ്റ്, അതേപോലെ തന്നെ വസ്ത്രങ്ങളുടെ ഒരു വലിയ ശേഖരം അവിടെയുണ്ട്. അതെല്ലാം വളരെ സബ്സിഡി റേറ്റിലാണ് നമ്മൾക്ക് ലഭിക്കുക. ഞാൻ ഇവിടെ 2 മാസത്തോളം താമസിച്ചിരുന്നു. വളരെ നല്ല അനുഭവമാണ് ഈ ആശ്രമത്തിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ബുദ്ധിസ്റ്റ് മെഡിറ്റേഷനിലാണ് കൂടുതൽ താല്പര്യമെങ്കിൽ ബാംഗ്ലൂരിൽ ഒരു വിപശ്യന സെൻ്ററുണ്ട് ആലൂർ വില്ലേജിൽ. അവിടുന്ന് 2 കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധമ്മദൂത വിഹാര എന്ന് പറയുന്ന മഹാബോധിയുടെ ഒരു വിപശ്യന ധ്യാന കേന്ദ്രം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അവിടെ ബുദ്ധിസത്തിൻ്റെ പല ട്രഡീഷനുള്ള ആൾക്കാർ വന്ന് അവരുടേതായിട്ടുള്ള ട്രഡീഷൻ അവിടെ പഠിപ്പിക്കുന്നതാണ്. അത് ഒരാഴ്ച മുതൽ 10 ദിവസം വരെ അല്ലെങ്കിൽ 15 ദിവസം വരെയുള്ള കോഴ്സുകൾ അവിടെ ലഭ്യമാണ്. കോഴ്സുകൾ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ കന്നഡയിലോ ആയിരിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് 10 ദിവസം ഭിക്ഷുവായിട്ട് താമസിക്കാനുള്ള സൗകര്യവും ഇവർ ഒരുക്കി തരുന്നതാണ്. വർഷത്തിൽ ഒരു 10 ദിവസം ഭിക്ഷുവായിട്ട് ചേരാനുള്ള ഒരു കോഴ്സ് ഇവിടെയുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾക്കും ഭിക്ഷുക്കളുടെ ജീവൻ ജീവിക്കാനുള്ള ഒരു കോഴ്സ് ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഫ്രീ ആണ് ടോട്ടലായിട്ട്. താമസം, ഭക്ഷണം,
അതേപോലെ തന്നെ കോഴ്സ് തുടങ്ങിയവ. അവസാനം നിങ്ങൾക്ക് ഡൊണേഷനായിട്ട് വല്ലതും കൊടുക്കാവുന്നതാണ്. മഹാരാഷ്ട്രയിൽ ചന്ദ്രപൂരിനടുത്ത് ഒരു ബുദ്ധഭിക്ഷു താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ബന്ദേ ഗ്യാൻ ജ്യോതി. അദ്ദേഹം തടോബ നാഷണൽ പാർക്കിലാണ് താമസിക്കുന്നത്. അദ്ദേഹവും ഇതേപോലെ തന്നെ ആൾക്കാർക്ക് ഭിക്ഷുക്കളുടെ ദീക്ഷ കൊടുത്ത് കൂടെ താമസിപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു വിപശ്യന ധ്യാന കേന്ദ്രം ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം വരെ അവിടെ താമസിക്കാനോ അല്ലെങ്കിൽ സേവ ചെയ്യാനോ സാധിക്കുന്നതാണ്. ഒരു സഹജമാർഗ ധ്യാനം എന്ന് പറയുന്ന ഒരു ധ്യാനമുണ്ട്. അത് വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ധ്യാനമാണ്. അതേപോലെ തന്നെ ശ്രീരാമചന്ദ്ര മിഷൻ എന്ന് പറയുന്ന ഒരു ധ്യാനത്തിൻ്റെ കേന്ദ്രവും നമ്മുടെ കേരളത്തിലും അതേപോലെ തന്നെ പുറത്തുമുണ്ട്. മഹാരാഷ്ട്രയിൽ നാഗ്പൂരിന് അടുത്തായിട്ട് ദേവലാപാർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഗോവിഗ്യാൻ അനുസന്ധാൻ കേന്ദ്രമുണ്ട്. അതായത് പശുക്കളുടെ പഞ്ചഗവ്യത്തിൽ നിന്നും ഔഷധമുണ്ടാക്കുന്ന ഒരു സ്ഥാപനം. അതിൻ്റെ അടുത്തായിട്ട് ഒരു ഗുപ്തഗംഗ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട്. അവിടെ 2 റൂമുകളുണ്ട്. ഒരു വനത്തിന് നടുവിലാണ് ഈ ഗുപ്തഗംഗ എന്ന് പറയുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആർക്കെങ്കിലും അവിടെ പോയിട്ട് താമസിക്കണമെങ്കിൽ തീർച്ചയായിട്ടും താമസിക്കാം. മാനേജ്മെൻറ്റിൻ്റെ അനുവാദത്തോടു കൂടി ചെറിയ ഒരു എമൗണ്ടിൽ നമ്മൾക്ക് ആ ഒറ്റപ്പെട്ട സ്ഥലത്ത് താമസിക്കാവുന്നതാണ്. സ്ത്രീകൾ ഒരു കാരണവശാലും അവിടെ താമസിക്കരുത്. ഭക്ഷണം സ്വയം ഉണ്ടാക്കി കഴിക്കണം. മഹാരാഷ്ട്രയിൽ നാഗ്പൂരിനടുത്ത് ദേവലാപാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഗോവിഗ്യാൻ അനുസന്ധാൻ കേന്ദ്ര എന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ ധാരാളം നാടൻ പശുക്കളുണ്ട്. നാടൻ പശുക്കളിൽ നിന്ന് അവർ ഒരുപാട് ഔഷധങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അത് പഠിക്കാൻ ആർക്കും അവിടെ ചെല്ലാവുന്നതാണ്. അക്കോമഡേഷൻ വളരെ പൂറായിട്ടുള്ള അക്കോമഡേഷനാണ്. നിലത്ത് കിടക്കേണ്ടി വരും. അതുകൂടാതെ അവരുടെ ഔഷധ നിർമ്മാണശാലയിൽ അവർ ചെയ്യുന്ന ജോലികൾ നമ്മൾക്ക് ചെയ്യേണ്ടി വരും. തമിഴ്നാട്ടിൽ തിരുവണ്ണാമലയിൽ ഒരു രമണ മഹർഷിയുടെ ആശ്രമമുണ്ട്. 6 മാസം മുൻപെങ്കിലും അവിടെ താമസിക്കുവാൻ വേണ്ടി നമ്മൾ ബുക്ക് ചെയ്യേണ്ടതുണ്ട്. ഒരു സമയത്ത് 3 ദിവസത്തെ അക്കോമഡേഷൻ ആയിരിക്കും അവർ തരിക. അക്കോമഡേഷൻ, ഫുഡ് ഇവ ഫ്രീ ആണ്. പക്ഷേ അവസാന സമയത്ത് നിങ്ങൾക്ക് ഡൊണേഷൻ കൊടുക്കാവുന്നതാണ്. രമണാശ്രമത്തിൽ ധ്യാനത്തിനുള്ള ഒരു വലിയ ഒരു ഹാളുണ്ട്. വളരെ ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെയുള്ളത്. നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടെ ധ്യാനിക്കാവുന്നതാണ്. അതേപോലെ തന്നെ പുറത്ത് ധാരാളം ലോഡ്ജുകളും അതേപോലെ തന്നെ അക്കോമഡേഷനും നിങ്ങൾക്ക് തിരുവണ്ണാമലയിൽ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ തിരുവണ്ണാമലയിൽ ധാരാളം സന്യാസിമാർ റോഡിന് ഇരുവശത്തും താമസിക്കുന്നത് കാണാം. അവിടെ കുളിക്കാനും അതേപോലെ തന്നെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനും അല്പം ബുദ്ധിമുട്ടുണ്ട്. വെള്ളത്തിൻ്റെ കമ്മിയുണ്ട്. ബാക്കി ഭക്ഷണത്തിന് അവിടെ ഒട്ടും തന്നെ പ്രശ്നമില്ല. ആരെങ്കിലും കുറച്ച് ദിവസത്തെ സന്യാസ ജീവിതം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവിടെ പോകാവുന്നതാണ്. പുറത്ത് ഏതെങ്കിലും റൂം നമ്മൾക്ക് വാടകയ്ക്ക് വാങ്ങിച്ചതിന് ശേഷം നമ്മൾക്ക് അവിടെ കുറച്ച് ദിവസം സന്യാസ ജീവിതം നയിക്കാവുന്നതാണ്. നിങ്ങൾ ബുദ്ധിസ്റ്റ് മെഡിറ്റേഷൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അതുകൂടാതെ വളരെ ധൈര്യമുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് കാട്ടിലെ ധ്യാനം അഭ്യസിക്കാവുന്നതാണ്. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിന് അടുത്തുള്ള ബന്ദേ ഗ്യാൻ ജ്യോതി എന്ന് പറയുന്ന ഭിക്ഷു, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് തടോബ നാഷണൽ ഫോറസ്റ്റിൽ താമസിക്കാവുന്നതാണ്. അവിടെ മുഴുവൻ ടൈഗറാണ്. പുലികളുള്ള ഈ വനത്തിൽ രാത്രി ഒറ്റയ്ക്കാണ് ഈ ഭിക്ഷു താമസിക്കുന്നത്. 2018 ഡിസംബറിൽ ഇവിടെ താമസിക്കുന്ന ഒരു ഭിക്ഷുവിനെ പുലി ആക്രമിച്ചിരുന്നു. അതുകൂടാതെ അതേ സമയത്ത് തന്നെ അവിടെ 4 പേരെ പുലി ആക്രമിച്ച് അവരുടെ ജീവൻ കവർന്നിരുന്നു. ഞാൻ ആ വനത്തിൽ ഒരു ദിവസം മാത്രമാണ് രാത്രി താമസിച്ചത്. വളരെ ഭയാനകമായിട്ടുള്ള അവസ്ഥയായിരുന്നു. അതിനാൽ ഇത്തരം സ്ഥലങ്ങളിൽ പോകുന്നതിന് മുമ്പ് 2 തവണ ആലോചിച്ചിട്ട് പോകുന്നതാണ് നല്ലത്. ഈ ബന്ദേ ഗ്യാൻ ജ്യോതി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു ബുദ്ധഭിക്ഷു ആണ്. അദ്ദേഹം കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് രാത്രി കിടക്കാറില്ല, ഇരുന്നിട്ടാണ് ധ്യാനിക്കുന്നത്. നാഗ്പൂരിൽ നിന്ന് ബോധഗയ വരെ ഒരു പദയാത്ര അദ്ദേഹം നടത്തിയിരുന്നു. അതിൽ ഞാനും കൂടെ പോയിരുന്നു. 1200 കിലോമീറ്റർ ആയിരുന്നു. ദിവസവും 40-50 കിലോമീറ്റർ നടക്കേണ്ടിയിരുന്നു. അതേപോലെ തന്നെ നല്ലൊരു സ്ഥലമാണ് പോണ്ടിച്ചേരിയുള്ള അരവിന്ദോ ആശ്രമം. അവിടെ താമസം വളരെ ചീപ്പാണ്. അതുകൂടാതെ ആശ്രമത്തിൽ നിന്ന് നമ്മൾക്ക് 20 രൂപയ്ക്ക് 3 നേരം ഭക്ഷണം ലഭിക്കുമായിരുന്നു. ഇത് പണ്ടുള്ള കണക്കാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു നല്ലൊരു ബീച്ചുണ്ട്. വളരെ നല്ല അന്തരീക്ഷമാണ് അരവിന്ദോ ആശ്രമത്തിനും ചുറ്റുപാടും ഉള്ളത്. ഞാൻ പല സമ്പ്രദായത്തിൽപ്പെട്ട ഏകദേശം 30ഓളം കോഴ്സുകളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഈ പ്ലേലിസ്റ്റിൽ തന്നെ ഉണ്ട്. എന്നാൽ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോഴ്സിനെ പറ്റി ഞാൻ പറയാം. അതാണ് വിപശ്യന ധ്യാനം എന്ന് പറയുന്ന ഒരു കോഴ്സ്. അത് 10 ദിവസത്തെ ഒരു കോഴ്സാണ്.
കേരളത്തിൽ തിരുവനന്തപുരം, ചെങ്ങന്നൂർ, പാലക്കാട്, വയനാട് തുടങ്ങിയ 4 സ്ഥലങ്ങളിൽ എൻ്റെ സെൻറ്ററുണ്ട്. അതുകൂടാതെ ഇന്ത്യയിലൊട്ടാകെ 60 സെൻറ്റേഴ്സുണ്ട്. 10 ദിവസം ഈ ആശ്രമത്തിൽ നിങ്ങൾ താമസിക്കണം. മൗനമായിട്ട് താമസിക്കണം. മൊബൈൽ ഫോണോ അതേപോലെ തന്നെ പുസ്തകമോ കമ്പ്യൂട്ടറോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. രാവിലെ 4:30 മുതൽ രാത്രി 9 മണി വരെ തുടർച്ചയായിട്ടുള്ള ധ്യാനമുണ്ടാവും. അതുകൂടാതെ ഇവരുടെ തന്നെ 20 ദിവസത്തെ, 30 ദിവസത്തെ, 45 ദിവസത്തെ, 60 ദിവസം വരെയുള്ള കോഴ്സുകളുണ്ട്. എല്ലാം ഫ്രീ ആണ്. പക്ഷേ അവസാനം നിങ്ങൾക്ക് ഡൊണേഷൻ കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു മെഡിറ്റേഷൻ എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. നിങ്ങൾ ധ്യാനിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് 1 മണിക്കൂർ പോലും ഇരിക്കാൻ ആയിരിക്കില്ല. പക്ഷേ ധ്യാനം കഴിഞ്ഞ് വരുന്ന സമയത്ത് നിങ്ങൾ ഒരു യോഗിയായിട്ടായിരിക്കും തിരിച്ചു വരിക. 10 മണിക്കൂർ വരെ നിങ്ങൾക്ക് സുഖമായിട്ട് ഇരുന്ന് ധ്യാനിക്കാൻ സാധിക്കും. മുക്തിക്ക് നമ്മൾ പുസ്തകം വായിച്ചിട്ടോ അല്ലെങ്കിൽ സ്പിരിച്വൽ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല. അതിന് നമ്മൾ ധ്യാനിക്കുക തന്നെ വേണം. കാരണം വളരെ സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയാണ് മുക്തി, മോക്ഷം എന്ന് പറയുന്നത്. അതിനാൽ ധ്യാനം എവിടെയുണ്ടോ അവിടെ മാത്രമേ മുക്തി, മോക്ഷം നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നിങ്ങൾ ഒരു പ്രാവശ്യം കോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സെൻറ്ററിൽ പോയി നിങ്ങൾക്ക് അവിടെ സേവ ചെയ്യാവുന്നതാണ്. പിന്നീട് അവിടെ നിങ്ങൾക്ക് താമസം, ഭക്ഷണം എല്ലാം തന്നെ ഫ്രീ ആണ്. എത്ര കാലം വേണമെങ്കിലും സേവ ചെയ്ത് നിങ്ങൾക്ക് അവിടെ താമസിക്കാവുന്നതാണ്. ഇനി നേരത്തെ തന്നെ നിങ്ങൾ ഒരുപാട് വിപശ്യന കോഴ്സ് ചെയ്തിട്ടുണ്ട്, അതിലും നിങ്ങൾക്ക് തൃപ്തിയില്ല, അതിനേക്കാൾ നല്ലൊരു കോഴ്സ് വേണം, അതിനേക്കാൾ കൂടുതൽ ഗാഢമായിട്ട് ധ്യാനിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ ധ്യാനത്തിൻ്റെ ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി ഉള്ളൊരു മാർഗം നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനും വഴിയുണ്ട്. നിങ്ങൾ ധമ്മസുഖ ഏഷ്യ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് നോക്കുക. അതിൽ ബന്ദേ വിമലാരംസി അദ്ദേഹം പഠിപ്പിക്കുന്നത് സമതാ വിപശ്യന ധ്യാനമാണ്. സൂത്രങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 ദിവസത്തെ ഓൺലൈൻ മെഡിറ്റേഷൻ, അതേപോലെ തന്നെ 10 ദിവസത്തെ ഓൺസൈറ്റ് മെഡിറ്റേഷൻ തുടങ്ങിയവ ലഭിക്കുന്നതാണ്. ഇത് ടോട്ടലായിട്ട് ഫ്രീ ആണ്. പക്ഷേ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സിൽ പോവുകയാണെങ്കിൽ കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലാകില്ല. കാരണം വളരെ ഹൈ ഫിലോസഫിയാണ് ഉള്ളത്. ബന്ദേ വിമലാരംസിയുടെ ഒരുപാട് വീഡിയോകൾ നമ്മുടെ യൂട്യൂബിലുണ്ട്. അത് പോയിട്ട് നിങ്ങൾ കാണാവുന്നതാണ്. പക്ഷേ വിപശ്യന ധ്യാനം ചെയ്യാത്തവർക്ക് ഒന്നും തന്നെ മനസ്സിലാകില്ല എന്നുള്ള കാര്യം കൂടി ഇവിടെ പറയുന്നു. നിങ്ങൾ ഏത് ബുദ്ധിസ്റ്റ് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിലും ഒരു കാരണവശാലും നിങ്ങൾ ഒരു സമ്പ്രദായം മാത്രം പരിശീലിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമായിട്ട് ബുദ്ധിസ്റ്റ് മെഡിറ്റേഷനിലെ എല്ലാ സമ്പ്രദായങ്ങളും നിങ്ങൾ ഒന്ന് പോയിട്ട് നോക്കുക. അപ്പോൾ ഒന്നിൻ്റെ കമ്മി മറ്റൊന്നിൽ നിന്ന് നമ്മൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. അതുകൂടാതെ ഒറിജിനലായിട്ടുള്ള ബുദ്ധൻ്റെ ടീച്ചിങ് എന്നേ പോയിരിക്കുകയാണ്. 500 വർഷങ്ങൾക്ക് ശേഷം പരിപൂർണമായിട്ട് നഷ്ടമായിരിക്കുകയാണ്. അതിനാൽ ഒറിജിനൽ ടീച്ചിങ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് പല ബുദ്ധിസ്റ്റ് മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഒറിജിനലായിട്ടുള്ള ടീച്ചിങ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇന്ത്യയിലുള്ള മറ്റ് ചില ആശ്രമങ്ങളുടെ പേരാണ് ഇനി പറയാൻ പോകുന്നത്. ബീഹാർ സ്കൂൾ ഓഫ് യോഗ, മുംഗേർ, ബീഹാർ. ഇവിടെ നമ്മൾക്ക് നല്ല രീതിയിൽ യോഗ പഠിക്കാൻ സാധിക്കും. തുഷിത മെഡിറ്റേഷൻ സെൻറ്റർ, ധർമ്മശാല, ഹിമാചൽ പ്രദേശ്. അവിടെ 11 ദിവസത്തെ കോഴ്സുണ്ട്, ഫീസുണ്ട്. ചിന്മയ മിഷൻ, സിദ്ബാരി, ഹിമാചൽ പ്രദേശ്. ഇവിടെ 3 വർഷത്തെ വേദാന്ത കോഴ്സ് ഉണ്ട്. അതുകൂടാതെ സാധാരണക്കാർക്കുള്ള 10 ദിവസത്തെ ധ്യാനത്തിൻ്റെ ശിബിരവും ഇവിടെ ഉണ്ട്. എല്ലാം ഡൊണേഷൻ ബേസ്ഡാണ്. ശ്രീ കൈലാസ ആശ്രമം, കെഞ്ചന ഹിൽസ്, ശ്രീ രാജേശ്വരി നഗർ, മൈസൂർ റോഡ്, ബാംഗ്ലൂർ. ഇവിടെ നിങ്ങൾക്ക് താമസിക്കാവുന്നതാണ്. ഡൊണേഷൻ ബേസ്ഡാണ്. ശ്രീ മാതൃദേവി ശാന്തി ആശ്രം, ബാംഗ്ലൂർ, രഞ്ചില്ല, കോണ. ഇവിടെ നിങ്ങൾക്ക് താമസിക്കാവുന്നതാണ്. ഡൊണേഷനാണ്. ശ്രീ ശിവബാലയോഗി മഹാരാജ് ട്രസ്റ്റ്, ബാംഗ്ലൂർ, കർണാടക, 3rd ഫേസ്, JP നഗർ, ബാംഗ്ലൂർ. ഗണപതി സച്ചിദാനന്ദ ആശ്രം, നങ്കനകുണ്ട റോഡ്, ദത്താനഗർ, ഊട്ടി റോഡ്, മൈസൂർ. ഇവിടെ ഹീലിംഗ് മ്യൂസിക് സെൻ്ററാണ്. അതായത് സംഗീതം കൊണ്ട് നമ്മുടെ രോഗങ്ങൾക്ക് ചികിത്സ ചെയ്യുന്ന കേന്ദ്രമാണ് ഇത്. ആനന്ദ ആശ്രം, കാഞ്ഞങ്ങാട്, കേരള. 3 ദിവസത്തെ താമസം മാത്രമാണ് ഇവിടെ ലഭിക്കുക. ഡൊണേഷനാണ്. ശിവാനന്ദ യോഗവേദാന്ത ആശ്രം, നെയ്യാഡാം, ട്രിവാൻഡ്രം. ഇവിടെ യോഗ അതേപോലെ തന്നെ ആയുർവേദ ടീച്ചിങ് തുടങ്ങിയവയാണ് ഉള്ളത്. എല്ലാറ്റിനും ഫീസ് കൊടുക്കണം. മാതാ അമൃതാനന്ദമയി ആശ്രം, വള്ളിക്കടവ്, കൊല്ലം. പണ്ട് ഒരു ദിവസത്തെ താമസത്തിന് 50 രൂപയായിരുന്നു ഫീസ്. 3 ദിവസം വരെ താമസിക്കാവുന്നതാണ്. ദി മെഹർ പിൽഗ്രിം സെൻറ്റർ, കിങ് റോഡ്, പോസ്റ്റ് ബാഗ് 31, അഹമ്മദ് നഗർ, മഹാരാഷ്ട്ര.
ഇവിടെ 100 രൂപയായിരുന്നു ഒരു ദിവസത്തെ ഫീസ്. യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സാന്താക്രൂസ് ഈസ്റ്റ്, മുംബൈ. ഇവിടെ യോഗയുടെ കോഴ്സും അതേപോലെ തന്നെ യോഗ ട്രീറ്റ്മെൻറ്റുമാണ് നടത്താറുള്ളത്. ഗുരുദേവ് സിദ്ധപീഠ ആശ്രം, പോസ്റ്റ് ഗണേഷ്പൂർ, ഡിസ്ട്രിക്ട് താനെ, മഹാരാഷ്ട്ര. ഇവിടെ സിദ്ധ കോഴ്സുകളാണ് നടക്കാറുള്ളത്. ഡൊണേഷൻ ബേസ്ഡാണ്. കൈവല്യധാം, ശ്രീമാൻ മാധവ യോഗ മന്ദിർ, സമാധി, ലോണാവാല, മഹാരാഷ്ട്ര. ഇത് യോഗ സെൻ്ററാണ്. അതുകൂടാതെ ട്രീറ്റ്മെൻറ്റും ഇവിടെ ലഭിക്കുന്നതാണ്. കോഴിക്കോട് കൊളത്തൂർ സ്വാമി ചിദാനന്ദപുരിയുടെ ആശ്രമമുണ്ട്. ഇവിടെ വർഷത്തിൽ 2 തവണ 7 ദിവസത്തെ ആത്മീയ അന്തർയോഗത്തിൻ്റെ ക്ലാസ്സുകൾ നടക്കാറുണ്ട്. അതുകൂടാതെ പ്രതിവാര ക്ലാസ്സുകളും മറ്റ് അനേക ആധ്യാത്മിക കാര്യങ്ങളും ഇവിടെ നടക്കാറുണ്ട്. നിയോ ബുദ്ധിസ്റ്റ് TBMSG പൂനെ, ധമ്മചക്ക പവത്തന മഹാവീർ, രാജ ഹരിശ്ചന്ദ്ര റോഡ്, ഡപ്പോഡ്, പൂനെ. ഇവിടെ നിറയെ ഭിക്ഷുക്കളും ഭിക്ഷുണികളുമുണ്ട്. ധ്യാന പരിശീലനത്തിനു വേണ്ടി ഇവരെ സമ്പർക്കം ചെയ്യാവുന്നതാണ്. ആചാര്യ ക്രിസ്റ്റ പ്രേമ സേവാ ആശ്രം, ശിവാജിനഗർ, പൂനെ, മഹാരാഷ്ട്ര. പണ്ട് 250 രൂപയായിരുന്നു ഒരു ദിവസത്തെ ഫീസ്. രാധാസ്വാമി സത്സംഗ് ബിയാസ്, അമൃത്സർ, പഞ്ചാബ്. ഇവിടെ ദീർഘകാലത്തേക്ക് താമസിക്കാനുള്ള വ്യവസ്ഥയുണ്ട്. അതുകൂടാതെ ഒരു വലിയ പ്രകൃതി ചികിത്സാ കേന്ദ്രവും ഇവിടെ ഉണ്ട്. ബ്രഹ്മകുമാരി യൂണിവേഴ്സിറ്റി, പോസ്റ്റ് ബോക്സ് നമ്പർ 2, മൗണ്ട് അബു, രാജസ്ഥാൻ. ശാന്തിവനം, തണ്ണീർപ്പള്ളി പോസ്റ്റ്, കുളിത്തലൈ, തിരുച്ചിറാപ്പള്ളി ഡിസ്ട്രിക്ട്, തമിഴ്നാട്. ഇവിടെ താമസത്തിന് ഫീസുണ്ട്. പക്ഷേ വളരെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷമാണ്. ധ്യാനിക്കാനുള്ള അന്തരീക്ഷം ഇവിടെയുണ്ട്. കൃഷ്ണമാചാര്യ യോഗ മന്ദിർ, 4th ക്രോസ് സ്ട്രീറ്റ്, രാമകൃഷ്ണ നഗർ, ചെന്നൈ. ഇവിടെ വ്യക്തിഗതമായിട്ടുള്ള യോഗ ട്രീറ്റ്മെൻറ്റ് അവിടെ ലഭിക്കുന്നതാണ്. തിയോസഫിക്കൽ സൊസൈറ്റി ഹെഡ്ക്വാർട്ടേഴ്സ്, അടയാർ, ചെന്നൈ. കൃഷ്ണമൂർത്തി ഫൗണ്ടേഷൻ, വസന്ത് വിഹാർ സ്റ്റഡി സെൻറ്റർ, ചെന്നൈ. ഇവിടെ ഒരു ദിവസത്തെ താമസത്തിന് പണ്ട് 75 രൂപയായിരുന്നു. റീച്ചിങ് ദി അൺറീച്ച്ഡ്, ജി കല്ലുപ്പട്ടി, പെരിയകുളം താലൂക്ക്, ഡിസ്ട്രിക്ട് മധുരൈ. ഇവിടെ വളണ്ടിയേഴ്സ് വർക്ക് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും. സേവാ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കും. കടുത്ത ജോലികളായിരിക്കും ഉള്ളത്. ഡൊണേഷനാണ്. അരവിന്ദ് ഐ ഹോസ്പിറ്റൽ 2, അണ്ണാനഗർ, മധുരൈ, തമിഴ്നാട്. ഇത് കണ്ണിനുള്ള ചികിത്സ ചെയ്യുന്നൊരു ഹോസ്പിറ്റലാണ്. ഇവിടെ ധാരാളം വളണ്ടിയേഴ്സ് ജോലി ചെയ്യാറുണ്ട്. വളരെ ബിസി ആയിട്ടുള്ള ഷെഡ്യൂളാണ് ഇവിടെ ഉള്ളത്. ശ്രീ അരവിന്ദ് ആശ്രം, പോണ്ടിച്ചേരി. ഇവിടെ താമസിക്കുന്നതിന് കുറച്ച് കൂടുതൽ പൈസ ആവുന്നതാണ്. ഗോവിന്ദ് സദൻ, ഗഡൈപൂർ, വയ മെഹ്റോളി മണ്ഡി റോഡ്, ന്യൂഡൽഹി. കൃഷി സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾക്ക് വളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ പോകാവുന്നതാണ്. കൃപാൽ ആശ്രം, 2 കനാൽ റോഡ്, വിജയ നഗർ, ഡൽഹി. ഇവിടെ നമ്മൾക്ക് ഡൊണേഷൻ ബേസിൽ താമസിക്കാവുന്നതാണ്. രാം ആശ്രം, ആനന്ദ ശിശുപാലൻ ട്രസ്റ്റ്, വില്ലേജ് ശ്യാംപൂർ, കാംഗ്രി, ഹരിദ്വാർ, UP. ഇത് ഒരു അനാഥാലയമാണ്. ഇവിടെ നമ്മൾക്ക് 100 രൂപ കൊടുത്ത് പണ്ട് താമസിക്കാമായിരുന്നു. ദയാനന്ദ ആശ്രം, പുരാണി ജഹാദി, ഋഷികേശ്, UP. ഇവിടെ ഡൊണേഷൻ ബേസിസിലായിട്ട് നമുക്ക് താമസിക്കാവുന്നതാണ്. ശിവാനന്ദ ആശ്രം, ഡിവൈൻ ലൈഫ് സൊസൈറ്റി, പോസ്റ്റ് ശിവാനന്ദ നഗർ, ഡിസ്ട്രിക്ട് ടേറി, ഗർവാൾ. 2 മാസത്തെ വേദാന്ത കോഴ്സ് എല്ലാ വർഷവും ഇവിടെ നടക്കാറുണ്ട്. തത്വാല ബാബ ആശ്രം, പോസ്റ്റ് സ്വർഗാശ്രം, ഋഷികേശ്, UP. ഇവിടെ ധാരാളം ഗുഹകൾ ഉണ്ട്. ഇവിടെ നമ്മൾക്ക് താമസിക്കാവുന്നതാണ്. ഡൊണേഷനാണ്. ശ്രീ വേദനികേതൻ ധാം, പോസ്റ്റ് സ്വർഗാശ്രം, ഋഷികേശ്. ഇവിടെ 1 മാസത്തെ കോഴ്സ് സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് ഫീസ് 1200 രൂപയായിരുന്നു. യോഗസാധന കേന്ദ്ര, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, വാരണാസി. ഇവിടെ യോഗയുടെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സ് കിട്ടുമായിരുന്നു. ഫീസ് വളരെ കമ്മിയാണ്. ലോകനാഥ് ഡിഫൈൻ ലൈഫ് മിഷൻ, P591, പൂർണ്ണദാസ് റോഡ്, കൽക്കട്ട, വെസ്റ്റ് ബംഗാൾ. ഇവിടെ വളണ്ടിയറായിട്ട് നമുക്ക് ജോലി ചെയ്യാവുന്നതാണ്. ഫീസില്ല, അക്കോമഡേഷനുമില്ല. മിഷണറി ഓഫ് ചാരിറ്റി, 54 ATC ബോസ് റോഡ്, കൽക്കട്ട, വെസ്റ്റ് ബംഗാൾ. ഇവിടെ നമ്മൾക്ക് വളണ്ടിയറായിട്ട് ജോലി ചെയ്യാവുന്നതാണ്. നല്ല ജോലി ഉണ്ടാകും. അതേപോലെ തന്നെ ഇവിടെ ഫീസോ അല്ലെങ്കിൽ ബാക്കിയുള്ള പൈസയോ ഒന്നും തന്നെ ഇല്ല.
യോഗോദ സത്സംഗ് സൊസൈറ്റി, ഇന്ത്യ 21, UN മുഖർജി റോഡ്, ദക്ഷിണേശ്വർ, കൽക്കട്ട, വെസ്റ്റ് ബംഗാൾ. ഡൊണേഷനാണ്. പുരുഷന്മാർക്ക് മാത്രമാണ് ഇവിടെ താമസിക്കാൻ സാധിക്കുക. മുൻകൂട്ടി ഇവരെ അറിയിക്കണം. അഞ്ജലി ആശ്രം, ചാമുണ്ഡി ഹിൽ റോഡ്, മൈസൂർ. ഇവിടെ ഓരോ മാസവും ഒരു ആഴ്ച നീണ്ടു നിൽക്കുന്ന മൗനധ്യാനം നടക്കാറുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് കൂടുതൽ മാസങ്ങൾ ഇവിടെ താമസിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇതിന് ഫീസ് കൊടുക്കേണ്ടി വരും. യോഗ പഠിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് താഴെ പറയുന്ന ആശ്രമങ്ങളെ ആശ്രയിക്കാവുന്നതാണ്. ആർട്ട് ഓഫ് ലിവിങ്, 21 കിലോമീറ്റർ, കനകപുര റോഡ് പോസ്റ്റ്, ഉദയ്പുര, ബാംഗ്ലൂർ. ഈഷ ഫൗണ്ടേഷൻ, നെല്ലിയാങ്കിരി ഫുട് ഹിൽസ്, കോയമ്പത്തൂർ. സ്വാമി രാംദേവ് ബാബ, ഹരിദ്വാർ. അയ്യങ്കാർ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട്, 1107 B1, ശിവാജി നഗർ, പൂനെ. ബീഹാർ സ്കൂൾ ഓഫ് യോഗ, മുംഗേർ, ബീഹാർ. ദ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട്, യോഗേന്ദ്ര മാർഗ്, പ്രഭാത് കോളനി, സാന്താക്രൂസ്, മുംബൈ. എസ് വ്യാസ, ബാംഗ്ലൂർ. ഇത് വളരെ വില ഏറിയ ഒരു കോഴ്സാണ്. ഇവിടെ MSc യോഗയും ഉണ്ട്. കൃഷ്ണമാചാര്യ യോഗ മന്ദിർ, 31 RK നഗർ, ചെന്നൈ. ദേവ സംസ്കൃതി വിശ്വവിദ്യാലയ്, ഗായത്രി പരിവാർ, ശാന്തികുഞ്ച്, ഹരിദ്വാർ. രാമകൃഷ്ണ മിഷൻ, വിവേകാനന്ദ യൂണിവേഴ്സിറ്റി, പോസ്റ്റ് ബേലൂർ മഠ്, ഹൗറ, വെസ്റ്റ് ബംഗാൾ. പരമാർത്ഥ നികേതൻ, ഋഷികേശ്. മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ, 68 അശോക റോഡ്, ന്യൂഡൽഹി. ഇവിടെ ഒട്ടും തന്നെ ഫീസില്ല, ഫ്രീ ആണ്. ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ യോഗ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, 16A, മേട്ടുപ്പാളയം സ്ട്രീറ്റ്, ചിന്നമുടലിയാർ, ചാവടി, പുതുച്ചേരി. രാജരാജേശ്വരി ടെമ്പിൾ, ബാംഗ്ലൂരിൽ നിന്നും മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൽ നിന്നും 225C എന്ന ബസ് പിടിക്കണം. അപ്പോൾ ഇവിടെ എത്താവുന്നതാണ്. ഇവിടെ 6 ഗുഹകളുണ്ട്. ഇവിടെ മൗനമായിട്ട് ഇരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ധ്യാനിക്കാവുന്നതാണ്. ജഗദ്ഗുരു കൃപാലു പരിഷത്ത് അല്ലെങ്കിൽ JKP എന്ന് വിളിക്കും. അവർക്ക് ഒരുപാട് ആശ്രമങ്ങളുണ്ട്. മങ്കർ, വൃന്ദാവൻ, ബർസാന, ഡൽഹി, USA. 2017 ഒരു ദിവസത്തെ താമസത്തിന് 100 രൂപയായിരുന്നു ഇവർ ഈടാക്കിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇവരുടെ ഒപ്പം താമസിക്കാവുന്നതാണ്. അതുകൂടാതെ വൃന്ദാവനിൽ ഇവർക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലും ഉണ്ട്. ധ്യാനത്തിന് നിങ്ങൾക്ക് മധുരയിലുള്ള നൈമിഷാരണ്യത്തിൽ പോകാവുന്നതാണ്. നിങ്ങൾക്ക് ഫ്രീ ഫുഡ്, അതേപോലെ തന്നെ അക്കോമഡേഷൻ ചെയ്യണം, അതേപോലെ തന്നെ ധാരാളം വളണ്ടിയർ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒട്ടാകെ ഒരുപാട് ഗുരുദ്വാരകളുണ്ട്. സിഖുകാരുടെ അമ്പലങ്ങളെയാണ് ഗുരുദ്വാര എന്ന് വിളിക്കുന്നത്. അവർ ഫ്രീ ആയിട്ട് ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് ലങ്കർ എന്ന് വിളിക്കുന്നത്. പഞ്ചാബിലും ഡൽഹിയിലും ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലും ഒരുപാട് ഗുരുദ്വാരകളുണ്ട്. ചില ഗുരുദ്വാരകളിൽ രാവിലെ തൊട്ട് രാത്രി വരെ ഭക്ഷണം വിളമ്പിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ഏത് മതസ്ഥനായിട്ടുള്ള വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാവുന്നതാണ്. അവർക്ക് ധാരാളം വളണ്ടിയേഴ്സ്മാരെ ആവശ്യമുണ്ട്. നിങ്ങൾ അവിടെ പോയിട്ട് സർവീസ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ അവരുടെ ചാരിറ്റി വർക്കിനായിട്ട് നമ്മൾക്ക് ഡൊണേഷനും ചെയ്യാവുന്നതാണ്. പ്രാണയോഗ ആശ്രം, തിരുപ്പതി. അവർ 7 ദിവസത്തെ മന്ത്രജപത്തിൻ്റെ ഒരു കോഴ്സ് നടത്താറുണ്ട്. വേദാന്ത അക്കാഡമി, അവർ 3 വർഷത്തെ വേദാന്ത കോഴ്സ് നടത്താറുണ്ട്. വയസ്സ് 18 മുതൽ 30 വരെ. ചിന്മയ മിഷൻ 2 വർഷങ്ങളിലെ വേദാന്ത കോഴ്സ് നടത്താറുണ്ട്. യുവാക്കൾക്ക് വേണ്ടി, ഇന്ത്യയിലും US-ലും ഉള്ള യുവാക്കൾക്ക് വേണ്ടി. കേരളത്തിലെ ചിന്മയ സന്ദീപിനി, അവരും 2 വർഷത്തെ ഫ്രീ ആയിട്ടുള്ള വേദാന്ത കോഴ്സ് നടത്താറുണ്ട്. ദയാനന്ദ ആശ്രം, ഋഷികേശ്, അതേപോലെ തന്നെ കോയമ്പത്തൂർ, നാഗ്പൂർ, USA. അവർ 1 വർഷത്തെ വേദാന്ത കോഴ്സ് ടോട്ടൽ ഫ്രീ ആണ്, അത് നടത്താറുണ്ട്. കാഞ്ചീപുരത്തെ കാമകോടി പീഠം, അവർ 7 വർഷത്തെ അദ്വൈത വേദാന്ത കോഴ്സ് തമിഴ്നാട്ടിൽ നടത്താറുണ്ട്. ആർഷ വിജ്ഞാന ഗുരുകുലം, നാഗ്പൂർ, മഹാരാഷ്ട്ര. അവർ 3 വർഷത്തെ വേദാന്ത കോഴ്സുകൾ പഠിപ്പിക്കാറുണ്ട്. നിങ്ങൾ ഇന്ത്യയിൽ വളണ്ടറി വർക്ക് അന്വേഷിക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിലുള്ള യഥാർത്ഥ യോഗാശ്രം എന്ന സ്ഥലത്ത് പോകാവുന്നതാണ്. അവർക്ക് ഇംഗ്ലീഷ് ടീച്ചർ, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ടീച്ചർ തുടങ്ങിയവരെ ആവശ്യമുണ്ട്. താമസത്തിനായിട്ട് നിങ്ങൾ 2000 രൂപ അവിടെ കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾ ഒരു സ്ത്രീയാണ്, ബുദ്ധിസത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഡോങ്ക്യു ഗത്സാൽ ലിംഗ് എന്ന മൊണാസ്ട്രിയെ സമീപിക്കാവുന്നതാണ്. ഇത് ഹിമാചൽ പ്രദേശിലാണ് ഉള്ളത്. ഒരു യൂറോപ്യൻ വനിതയുണ്ടായിരുന്നു, ടെൻസിം പാമോ എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ വനിത. അവർ ടിബറ്റിൽ ഒരു
വലിയ മലയുടെ ഗുഹയിൽ 12 വർഷക്കാലം ഒറ്റയ്ക്ക് താമസിച്ച് തപസ് ചെയ്തിട്ടുള്ള സ്ത്രീയാണ്. ഇവർ സ്ത്രീകൾക്ക് വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു മൊണാസ്ട്രിയാണ് ഡോങ്ക്യു ഗത്സാൽ ലിംഗ്. നിങ്ങൾ 35 വയസ്സിന് താഴെയുള്ള വയസ്സുള്ള വ്യക്തിയാണ് എങ്കിൽ, നിങ്ങൾക്ക് സോഷ്യൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നാഗാർജുന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഗലോക സെൻറ്റർ, ബിൽഗാവ്, നാഗ്പൂർ എന്ന സംഘടനയെ സമീപിക്കാവുന്നതാണ്. അവർക്ക് ഒരു വർഷത്തെ ബുദ്ധിസം സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ അവർ ക്ലാസ്സുകൾ നടത്താറുണ്ട്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഈ ക്ലാസ്സിൽ പങ്കെടുക്കാവുന്നതാണ്. ചെന്നൈയിൽ സേതു അണ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തി, അതേപോലെ തന്നെ വെങ്കട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി, അവർ 5 മാസത്തെ ഒരു പദയാത്ര സംഘടിപ്പിച്ചിരുന്നു 2020. എല്ലാ വർഷവും അവർ സംഘടിപ്പിക്കാറുണ്ടോ എന്ന് അറിയില്ലായിരുന്നു. നിങ്ങൾ ഒരു യോഗ ടീച്ചർ ആകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കന്യാകുമാരിയുള്ള വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ 6 മാസത്തെ യോഗ കോഴ്സിൽ നിങ്ങൾ ചേരുക. അതുകൂടാതെ അവർക്ക് ഒരുപാട് വളണ്ടിയേഴ്സ്മാരെയും അവർക്ക് ആവശ്യമുണ്ട്. ഒരു ബോധാനന്ദ സരസ്വതി മഠം ഉണ്ട് ഗോവിന്ദാപുരം, തഞ്ചാവൂർ, തമിഴ്നാടു. അവിടെയുള്ള സബ്ബത്ത് സ്ട്രീറ്റിൽ ഭക്ഷണവും താമസവും ഫ്രീ ആണ്. അതുകൂടാതെ പാണ്ഡുരാമ വിട്ടൽ ആശ്രമം, ഗോവിന്ദാപുരം, തഞ്ചാവൂർ, തമിഴ്നാട്. ഇവിടെ ഒരു ദിവസത്തെ താമസത്തിന് 2018 100 രൂപയായിരുന്നു ഫീസ്. വേദാന്ത വേൾഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഇന്ത്യയിൽ 6 സെൻറ്റേഴ്സ് ഉണ്ട്. അതുകൂടാതെ വിദേശത്തും ഇവർക്ക് 6 സെൻറ്റർ ഉണ്ട്. 3 വർഷത്തെ ഫ്രീ ആയിട്ടുള്ള വേദാന്ത കോഴ്സ് ഇവർ നടത്തുന്നുണ്ട്. നിങ്ങളുടെ വയസ്സ് 30 വയസ്സിൽ താഴെയായിരിക്കണം. വേദാന്ത ആശ്രം, ഇന്ത്യയിലുള്ള വേദാന്ത ആശ്രം, അവർ 3 വർഷത്തെ വേദാന്ത കോഴ്സ് നടത്തുന്നുണ്ട്. അതും ഫ്രീ ആണ്. ശ്രീ സ്വാമി ചിദ്ഭവാനന്ദ ആശ്രം, അവർ 6 മാസം മുതൽ 3 വർഷങ്ങൾ വരെയുള്ള ഫ്രീ വേദാന്ത കോഴ്സ് നടത്താറുണ്ട്. വയസ്സ് 30 വയസ്സിൽ താഴെയായിരിക്കണം. നിങ്ങൾക്ക് യോഗ വളരെ എളുപ്പത്തിൽ പഠിക്കണം, വളരെ കുറഞ്ഞ ഫീസിൽ പഠിക്കണം എങ്കിൽ ഒരുപാട് കറസ്പോണ്ടൻസ് കോഴ്സുണ്ട്. ഇഗ്നോ, മദ്രാസ് യൂണിവേഴ്സിറ്റി, അണ്ണാമലൈ യൂണിവേഴ്സിറ്റി തുടങ്ങിയവ കറസ്പോണ്ടൻസായിട്ട് സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തുന്നതാണ്. അതുകൂടാതെ ധാരാളം യൂണിവേഴ്സിറ്റികൾ അതിൽ ഡിഗ്രി, ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നടത്താറുണ്ട്. ഫീസ് വളരെ കുറവായിരിക്കും. നിങ്ങൾ സംസ്കൃതം പഠിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ ഒരു വെബ്സൈറ്റ് നോക്കുക, സംസ്കൃത ഭാരതി. ഇവരുടെ വെബ്സൈറ്റ് നോക്കിയാൽ മതി. അവർക്ക് കറസ്പോണ്ടൻസ് കോഴ്സായിട്ട് വളരെ കമ്മി ആയിട്ടുള്ള ഫീസിന് സംസ്കൃതം പഠിപ്പിക്കാൻ സാധിക്കും. അതുകൂടാതെ സംസ്കൃതത്തിൻ്റെ പലതരത്തിലുള്ള കോഴ്സുകൾ ഇവർ സംഘടിപ്പിക്കാറുണ്ട്. നിങ്ങൾ ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഹരിദ്വാറിലുള്ള ശാന്തികുഞ്ചിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ്. അവർക്ക് ആദ്യം 9 ദിവസത്തെ ഒരു കോഴ്സാണുള്ളത്. പിന്നീട് 1 മാസത്തെ കോഴ്സുണ്ട്. അതിനുശേഷം 3 മാസത്തെ കോഴ്സുണ്ട്. നിങ്ങൾ നല്ല പ്രഭാഷകനാണ്, അതേപോലെ തന്നെ സപ്താഹങ്ങൾ നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഭാഗവത സപ്താഹം, അതേപോലെ തന്നെ രാമകഥ സപ്താഹം തുടങ്ങിയവ നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അതിന് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ട്രെയിനിങ് ഹിന്ദിയിലായിരിക്കും. മധുരയിലുള്ള വൃന്ദാവനത്തിലാണ് ഇതിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നത്. അതിനുള്ള അഡ്രസ്സ് ഇങ്ങനെയാണ്: മാ മഹാദേവി കഥാപ്രശിക്ഷൺ കേന്ദ്ര, ആചാര്യ മുകുന്ദാനന്ദജി മഹാരാജ്, ശ്രീ ഗണേശാനന്ദ ആശ്രം, ഗുരുകുൽ മാർഗ്, ശ്രീ ധാമം, വൃന്ദാവൻ. പണ്ട് 6 മാസത്തെ കോഴ്സിന് 20,000 രൂപയായിരുന്നു ഫീസ്. അവിടെ ഹോസ്റ്റൽ അക്കോമഡേഷനുമുണ്ട്. ഭാഗവത സപ്താഹത്തിനും അതേപോലെ തന്നെ രാമകഥയ്ക്കും ഒരുപാട് ഡിമാൻഡുണ്ട്. മധുരയിലെ വൃന്ദാവനത്തിലെ മറ്റ് ചില ആശ്രമങ്ങളും ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഹോസ്റ്റൽ ഫെസിലിറ്റിയും ഉണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നതാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 30-ലധികം സാധനാവിധികൾ ഞാൻ ചെയ്തിരുന്നു. സത്യത്തിൻ്റെ സാക്ഷാത്കാരത്തിനായിട്ട്, നിർവ്വാണത്തിൻ്റെ സാക്ഷാത്കാരത്തിനായിട്ട്, സ്വയദർശനം, സത്യദർശനം, ആത്മദർശനത്തിനു വേണ്ടി. ഹിന്ദു, ക്രിസ്ത്യൻ തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും ഞാൻ പോയിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിന് തൃപ്തി നൽകിയ ഒരു സാധന എന്ന് പറയുന്നത് വിപശ്യനാ ധ്യാനമായിരുന്നു. SN ഗോയങ്കാജിയുടെ വിപശ്യനാ ധ്യാനം. എൻ്റെ യഥാർത്ഥ സ്പിരിച്വൽ ജേണി തുടങ്ങിയത് അവിടെ നിന്നാണ്. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഒരു ധ്യാനത്തിൽ മാത്രം ആദ്യം നിൽക്കരുത്. നിങ്ങൾ എല്ലാ ധ്യാനവും നോക്കുക. ബുദ്ധിസ്റ്റിലാണെങ്കിൽ തന്നെ നിങ്ങൾ ഒരുപാട് ധ്യാനങ്ങൾ നിങ്ങൾ നോക്കുക. അതിനുശേഷം പല ധ്യാനങ്ങളും നിങ്ങൾ ചെയ്തതിന് ശേഷം അവസാനം നിങ്ങൾക്ക് ഏതാണോ നല്ലതെന്ന് തോന്നുന്നത് അതിൽ മാത്രം നിങ്ങൾ ഉറച്ചു നിൽക്കുക. വിപശ്യനയേക്കാൾ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സുണ്ട്. അതാണ് ടിം മെഡിറ്റേഷൻ അല്ലെങ്കിൽ ട്രയാങ്കിൾ വിസ്ഡം ഇൻസൈറ്റ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്.
ചില മതങ്ങളുണ്ട് മനുഷ്യരെയും മൃഗങ്ങളെയും കൊല്ലുന്നതിൽ വിശ്വസിക്കുന്ന ചില മതങ്ങൾ. അത്തരം മതങ്ങളിൽ നിങ്ങളുടെ ജീവിതം തന്നെ പാഴാകുന്നതാണ്. അതേപോലെ തന്നെയുള്ള അന്ധഭക്തിയുള്ള ചില മതങ്ങളുണ്ട്, അതിലും നിങ്ങൾ ജീവിതം പാഴാക്കാതിരിക്കുക. ഇനി തിയറി മാത്രം നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ നല്ലവരാക്കാൻ ശ്രമിക്കുന്ന മതങ്ങളുണ്ട്, അതിൽ നിന്നും നിങ്ങൾ അകന്നു നിൽക്കുക. നിങ്ങൾക്ക് വേണ്ടത് ധ്യാനമാണ്. കാരണം നിർവ്വാണം, മുക്തി, മോക്ഷം എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയാണ്. അതിനുവേണ്ടി നിങ്ങൾ പോകേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ബുദ്ധൻ പഠിപ്പിച്ചിട്ടുള്ള ധ്യാനമാർഗ്ഗങ്ങളാണ്. പക്ഷേ ഒരിടത്തുനിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള സത്യം കിട്ടില്ല. പലയിടത്തും നിങ്ങൾ പോയി കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ ചാനൽ തന്നെ ബുദ്ധൻ്റെ സൂത്രങ്ങളെല്ലാം മലയാളത്തിലാക്കിയിട്ട് ഞാൻ ഇടുന്നുണ്ട്. ഇനി നിങ്ങൾ സ്പിരിച്വൽ പാത്തിൽ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചില ടീച്ചേഴ്സ് പറയും അവരുടെ ശക്തി കൊണ്ട് നിങ്ങളുടെ കുണ്ടലിനി ശക്തിയെ ഉണർത്തും. കുണ്ടലിനി ശക്തി ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഷ്ടസിദ്ധികൾ ലഭിക്കും, നിങ്ങൾക്ക് മുക്തി, മോക്ഷം ലഭിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയും. ഒരു കാരണവശാലും ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കരുത്. കാരണം കുണ്ടലിനി ശക്തി ഉണർന്ന് അഷ്ടസിദ്ധികൾ കിട്ടിയ ഒരു വ്യക്തിയെ പോലും ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ചില ടീച്ചേഴ്സ്മാരുണ്ട്, അവർ നിങ്ങൾ 10,000 യൂറോ കൊടുക്കണം, കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ തേർഡ് ഐ ഞാൻ ആക്ടിവേറ്റ് ചെയ്തു തരാം എന്ന് പറയുന്ന ചില വ്യക്തികളുമുണ്ട്. അവരുടെയും ചതിക്കുണ്ടിൽ വീഴാതിരിക്കുക. ചിലർ പറയും നിങ്ങൾ യോഗ മാത്രം ചെയ്യുക, നിങ്ങൾക്ക് മുക്തി കിട്ടും എന്ന് പറയും. അവരിലും നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. യോഗ ഫിസിക്കലായിട്ടുള്ള നമ്മളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പ്രാണായാമവും ഫിസിക്കലായിട്ടുള്ള നമ്മളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പക്ഷേ ഇതൊന്നും കൊണ്ടും നമ്മൾക്ക് ഒരിക്കലും മുക്തി കിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ ഒരുപാട് വീഡിയോകൾ അതിനെപ്പറ്റി കൊണ്ടിട്ടുണ്ട്, അതെല്ലാം പോയിട്ട് കാണുക. യഥാർത്ഥ സ്പിരിച്വൽ പാത്ത് എന്ന് പറയുന്നത് അവർ ഒരിക്കലും പൈസ ആവശ്യപ്പെടില്ല. ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില യുവാക്കളുണ്ട്, അവർ പഠിത്തം കഴിഞ്ഞ് ജോലിയൊന്നും കിട്ടാതിരിക്കുന്ന സമയത്ത് അവർ നിരാശരാകുന്നു. അപ്പോൾ അവർ ആശ്രമത്തിൽ പോയിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കാരണവശാലും യുവാക്കൾ ഈ രീതിയിൽ പോയിട്ട് ആശ്രമത്തിൽ താമസിക്കാതിരിക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അവർ ആശ്രമത്തിൽ നിന്ന് പുറത്തു വരികയാണെങ്കിൽ അവരുടെ ജീവിതം തന്നെ വഴിമുട്ടി പോകുന്നതാണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജോലി ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു, ഒരു കാരണവശാലും നിങ്ങളുടെ ജോലി ഉപേക്ഷിച്ച് ഒരു ആശ്രമത്തിലും നിങ്ങൾ ചേരരുത്. കാരണം ഇത്ര വർഷത്തെ ആശ്രമ ജീവിതത്തിൽ എത്രയോ വ്യക്തികളെ ആശ്രമത്തിൽ നിന്ന് പുറത്താക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരെല്ലാവരും അവരുടെ ജീവിതം ആശ്രമത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ നിസ്സാര കാരണത്തിന് അവരെ ആശ്രമത്തിൽ നിന്നും പുറത്താക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എത്ര കഷ്ടം ആണ് അവർ അനുഭവിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. അഥവാ നിങ്ങൾ ആശ്രമത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ജോലി നേടുക. ജോലി ചെയ്ത് ആവശ്യത്തിന് പൈസ സമ്പാദിക്കുക. സ്വന്തം കാലിൽ നിൽക്കാനായതിനു ശേഷം അല്ലെങ്കിൽ പെൻഷൻ ആയതിനു ശേഷം മാത്രം നിങ്ങൾ ആശ്രമത്തിൽ ചേരുക. പെൻഷൻ ആകുന്നതിന് മുമ്പ് തന്നെ കോടികൾ വിലമതിക്കുന്ന ജോലി ഉപേക്ഷിച്ച് ആശ്രമത്തിൽ ചേരാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എന്തുകൊണ്ടോ അതിന് സാധിച്ചില്ല. അതിനുശേഷവും ഞാൻ കോടികൾ ഉപേക്ഷിച്ചിട്ടാണ് ആശ്രമത്തിൽ ചേർന്നത്. പക്ഷേ എല്ലാ ആശ്രമവും ഒരുപോലെയാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വളരെ തിക്തമായിട്ടുള്ള അനുഭവമാണ് എനിക്ക് ആശ്രമങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അതിനാൽ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ മുക്തി മോക്ഷം നേടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, ധ്യാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ആശ്രമത്തിലും നിങ്ങൾ ചേരരുത്. നിങ്ങൾ ചെയ്യേണ്ടത് സ്വന്തമായിട്ട് ഒരു വീടുണ്ടാക്കുക. അവിടെ താമസിച്ചതിന് ശേഷം നിങ്ങൾ സ്വയം സാധന ചെയ്യുക. അല്ലെങ്കിൽ ഒരു വീട് വാടകയ്ക്കെടുത്തതിന് ശേഷം അവിടെ നിങ്ങൾ സാധന ചെയ്യുക. നിങ്ങൾ ആശ്രമത്തിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും അവർ നിങ്ങളെ ധ്യാനിക്കാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ മേൽ ധാരാളം ജോലി തരുന്നതാണ്. സേവയാണ് മുക്തിയിലേക്കുള്ള വഴി എന്ന് അവർ നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾ പുറത്ത് ജോലി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സമയം അവിടെ ജോലി ചെയ്യേണ്ടി വരും. അതിന് ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ആരും നിങ്ങളുടെ സേവയെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനത്തെ അനുമോദിക്കില്ല. അതിന് വിപരീതമായിട്ട് നിങ്ങളുടെ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാനായിരിക്കും ആളുകൾ ശ്രമിക്കുക. പലരും വിചാരിക്കാറുണ്ട് ആശ്രമത്തിലെ ജീവിതം വളരെ ശാന്തമാണ്, സുഖമാണ്, സമാധാനമാണ്, ജോലി ഒന്നും തന്നെ ചെയ്യണ്ട എന്നാണ് പലരുടെയും വിശ്വാസം. എന്നാൽ ഇത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ആശ്രമം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വരൂ ജോലി ചെയ്യൂ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആശ്രമത്തിൽ ജോലി എന്ന് പറയുന്നത് 24/7 ആണ്. ആദ്യം നിങ്ങൾക്ക് വളരെ ചെറിയ ഒരു ജോലിയായിരിക്കും തരിക. പിന്നീട് നിങ്ങളുടെ ജോലി ഭാരം കൂടി കൊണ്ടുപോകും. പിന്നീട് നിങ്ങൾ ഒരു ജോലിക്കാരനായിട്ട് മാത്രം മാറും.
ധ്യാനിച്ച് മുക്തി നേടാൻ ആഗ്രഹിക്കുന്ന ഒരു സാധകന് പകരം വെറും ഒരു ജോലിക്കാരൻ. ഈ ജോലി നിങ്ങൾ പുറത്ത് ചെയ്തിരുന്നു എങ്കിൽ നിങ്ങൾക്ക് അന്തസ്സായിട്ടുള്ള ഒരു വരുമാനം ലഭിക്കുമായിരുന്നു, സെൽഫ് റെസ്പെക്റ്റ് ലഭിക്കുമായിരുന്നു. അതിനാൽ എല്ലാവരോടുമുള്ള ഒരു അപേക്ഷ, ഒരു കാരണവശാലും സ്വന്തം ജോലി കളഞ്ഞ് ആശ്രമത്തിൽ ചേരാതിരിക്കുക. അതുകൂടാതെ യുവത്വത്തിൽ തന്നെ ഏതെങ്കിലും ആശ്രമത്തിൽ ചേരാതിരിക്കുക. ആത്മീയപാത നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും 100 കണക്കിനുള്ള ആത്മീയപാതകൾ പരീക്ഷിക്കുക. പരീക്ഷിച്ചതിന് ശേഷം നല്ലത് എന്ന് തോന്നുന്ന ഒരെണ്ണം നിങ്ങൾ തിരഞ്ഞെടുക്കുക. മുക്തി മോക്ഷം നേടുന്നതിന് ഏറ്റവും വേണ്ട ഒരു കാര്യം ധ്യാനമാണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. സേവയല്ല എന്നുള്ള കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക. ധ്യാനിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് സേവയുടെ കാര്യം പറഞ്ഞ് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നത്. കുറച്ചു കാലം നിങ്ങൾ തുടർച്ചയായിട്ട് ആശ്രമത്തിൽ താമസിക്കുകയാണെങ്കിൽ, ഉദാഹരണമായിട്ട് 1-2 വർഷങ്ങൾ നിങ്ങൾ തുടർച്ചയായിട്ട് ആശ്രമത്തിൽ താമസിക്കുകയാണെങ്കിൽ, പിന്നീട് നിങ്ങൾക്ക് ഒരിക്കലും ജോലി ചെയ്യാനുള്ള ഒരു മനസ്സോ മാനസികാവസ്ഥയോ നിങ്ങൾക്ക് ഉണ്ടാകില്ല. ഇതും ഒരു ഡേഞ്ചറാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. അതിനാൽ എല്ലാ കാര്യവും ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷം സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ ആശ്രമത്തിൽ ചേരുക. അല്ലെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾക്ക് സമാധാനത്തിന് പകരം ദുഃഖമായിരിക്കും ലഭിക്കുക എന്നുള്ള കാര്യം ഓർക്കുക. ഇത് എൻ്റെ അനുഭവമാണ്. എല്ലാ ആശ്രമങ്ങളെയും ഞാൻ ഇങ്ങനെ പറയുന്നില്ല. ചില ആശ്രമങ്ങൾ നല്ലതായിരിക്കാം, പക്ഷേ ഞാൻ പോയിട്ടുള്ള ആശ്രമങ്ങളിലെല്ലാം സ്ഥിതി ഇതായിരുന്നു. എൻ്റെ അനുഭവമാണ് ഞാനത് പറഞ്ഞത്. ഞാനിപ്പോൾ ഒരു ആശ്രമത്തിലും പോകാറില്ല. ധ്യാനത്തിന് വേണ്ടി മാത്രമേ ആശ്രമങ്ങളിൽ പോകാറുള്ളൂ. ബാക്കി താമസം എൻ്റെ സ്വന്തം വീട്ടിൽ തന്നെയാണ്. അതുതന്നെയാണ് എൻ്റെ ആശ്രമം, അതുതന്നെയാണ് എൻ്റെ തപോവനം. എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.